ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കുവാൻ ഇടയാകുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 11-ാം തിരുവചനം. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. आज के मनन के लिए इब्रानियों की पत्री 4 अध्याय उसका 11वां आयत. सो हम उस विश्वास में प्रवेश करने का प्रयत्न करें, ऐसा ना हो कि कोई जन उनकी नाई आज्ञा ना मानकर गिर पड़े. ഹല്ലേലൂയ. ഈ 11-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെയാകുന്നു. ആമേൻ. അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക എന്നാകുന്നു. इस 11वें आयत में हम पढ़ते हैं, सो हम उस विश्राम में प्रवेश करने का प्रयत्न करें, ऐसा ना हो कि कोई जन उनकी नाई आज्ञा ना मानकर गिर पड़े. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ പുതിയ നിയമസഭ, यीशु मसीह के लहू से आए हुए ആ പുതിയ നിയമസഭയ്ക്ക് ഒരു പ്രത്യേക എയിമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. उस नए नियम कलीसिया के लिए एक एम, एक उद्देश्य है. നാം രക്ഷകനായ ക്രിസ്തു യേശുവിന്റെ മണവാട്ടിയാകുന്നു. हम परमेश्वर के एक दुल्हन है. നാം അവനോടുകൂടെ നിത്യതയിൽ പ്രവേശിക്കേണ്ടവരാകുന്നു. हम उसके अनंत काल के लिए हम उपयोगी होने हैं. നാം കർത്താവിന് വേണ്ടി സ്തോത്രം വേർതിരിക്കപ്പെട്ടവരാകുന്നു. हम प्रभु के लिए अलग हुए लोग हैं. നാം ഈ ലോകത്തിൽ ഉള്ളവരല്ല. हम इस संसार के नहीं हैं. തിരുവചനം നമ്മോട് പറയുന്നത് നാം പരദേശികളാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. पवित्र वचन कहता है कि हम परदेशी हैं. പരദേശി എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ദേശം നമ്മുടെ സ്വന്തമല്ല എന്നാണ്. परदेशी नाम का अर्थ है कि हम इस राज्य के, इस देश के नहीं हैं. ഇന്ന് പകൽക്കാല സമയം ഹൃദയത്തിനകത്ത് അടിയുറച്ച് വിശ്വസിക്കണം. आप अपने मन में याद कीजिए, നാം പരദേശികളാകുന്നു എന്ന് വിശ്വസിക്കാൻ മനസ്സിലാക്കാൻ ഇടയായി തീരണം. हम परदेशी हैं करके. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരു സ്വസ്ഥതയുടെ അനുഭവത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ऐसा है तो परमेश्वर ने हमारे लिए स्वस्थ का अनुग्रह किया हुआ है. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 7-ാം വാക്യം മുതൽ इब्रानियों की पत्री 3 अध्याय से लेकर 7वां आयत तक, 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വരെയും 4 अध्याय का 11वां आयत तक വളരെ സ്പഷ്ടമായി ലേഖനകർത്താവ് പഠിപ്പിക്കുവാൻ, ദൈവസഭയെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്വസ്ഥത എന്ന വിഷയം. बहुत अच्छे रीति से सिखाया गया है कि स्वस्थता. പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമത്തെ ഉദ്ധരിച്ചുകൊണ്ട്, प्रिय भाइयों, पुराने नियम के अनुसार സർവശക്തനായ ദൈവം തമ്പുരാന്റെ സ്വസ്ഥതയെ കുറിച്ച് 7-ാം ദിവസത്തെ സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞിട്ട്, परमेश्वर के राज्य के लिए 7 പഴയ നിയമ വിശ്വാസികളുടെ സ്വസ്ഥതയെ കുറിച്ച് പറഞ്ഞിട്ട്, पुराने नियम के लोगों की स्वस्थता के बारे में അത് ക്ലിപ്പ് ചെയ്തുകൊണ്ട് പുതിയ വിശ്വാസികളായ എന്റെ നിങ്ങളുടെ സ്വസ്ഥതയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. उसका मतलब मेरे और आपके लिए स्वस्थता के बारे में बताया गया है. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ഇളക്കി പെരുപ്പത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഒരു ഭൗതിക കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. मैं आपको किसी भौतिक रीति के बारे में नहीं बता रहा हूँ. നിങ്ങളുടെ രോഗം മാറുമെന്നല്ല ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. രോഗം, मैं ये नहीं कह रहा कि आपकी बीमारी दूर होगी. നിങ്ങളുടെ ഈ ലോകത്തിന്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുമെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. मैं ये नहीं कह रहा कि आपके संसार की धन संपत्ति बदल होगी. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതികൾക്കൊക്കെ വ്യത്യാസം വരുമെന്നല്ല ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. मैं आपको सिखाना चाहता हूँ कि आपके जीवन की शैली बदलावट होगी. എബ്രായ ലേഖനകർത്താവ് അവിടെ ഉദ്ദേശിച്ച ഒറ്റ കാര്യം, इब्रानियों की पत्री का एक ही उद्देश्य है, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ക്രിസ്തുയേശുവിനെ കുറിച്ച് പറയുവാനാകുന്നു. आज और अनंत काल के लिए राज किया हुआ परमेश्वर के बारे में है. വെളിപ്പെട്ട അതേ കർത്താവ് कल के दिन उपयोग हुआ वो परमेश्वर ഇന്നും വെളിപ്പെടുവാൻ ശക്തനായവനാ. आज भी उपयोगी होगा. അവൻ നാളെയും വെളിപ്പെടും. वो कल भी होगा. അതാ ദൈവസഭയുടെ പ്രത്യാശ. वही प्रभु की आशा है. അവൻ തേജസ്സിൽ വെളിപ്പെടുന്ന ദൈവമാകുന്നു. वो उस तेजस में जाने वाला यीशु है. ദൈവസഭ അവനോടുകൂടെ പാർക്കേണ്ടതാകുന്നു. प्रभु की कलीसिया उसके साथ जुड़ना है. നമ്മുടെ ആശ എന്ന് പറഞ്ഞ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല. हमारी आशा इस संसार के साथ अंत होने के लिए नहीं. നമ്മുടെ ആശ കർത്താവിനോടുകൂടെ നിത്യകാലം വാഴാം എന്നുള്ളതാകുന്നു. हमारी आशा यही है कि हम प्रभु के साथ अनंत काल के रहे. ഇന്ന് പകൽക്കാലം കർത്താവിനോടുകൂടെ നിത്യകാലം വാഴുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. आज दिन के समय मैं और आप उपयोगी हुए हैं परमेश्वर के साथ अनंत काल के लिए जीने के लिए. നാം ദൈവത്തോടുകൂടെ നിത്യകാലം വാഴണമെങ്കിൽ തിരുവചനത്തിന്റെ ആത്മീയ സത്യങ്ങളെ നാം തിരിച്ചറിയാൻ ഇടയായി തീരണം. यदि हम परमेश्वर के साथ अनंत काल तक जीना है तो उस सत्य को जानना है. അവൻ ഈ ലോകത്തിൽ മാത്രം കുരുങ്ങിക്കിടക്കുന്ന അനുഭവമല്ല, इस संसार में
इस संसार में गए हुए परेशानियों की तरह नहीं, അതിലുമുപരി ആഴത്തിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ. उससे भी बढ़कर गहराई में उपयोगी होने पाए. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, पवित्र कलाम बताता है, ആമേൻ സ്തോത്രം, രണ്ട് ആഴങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ട് ആഴങ്ങൾ दो गहराइयों के बारे में बताया गया है. ഒന്ന് ദൈവത്തിന്റെ ആഴം എന്ന് പറയുന്നുണ്ട്, पहला परमेश्वर की गहराई, വേറൊരുത്ത് പറയുന്നു സാത്താന്റെ ആഴങ്ങൾ എന്നും പറയുന്നുണ്ട്. दूसरा कहता है शैतान की गहराई. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു തിരിച്ചറിവ് ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. इसके बारे में हमें एक जान पहचान होनी चाहिए. ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ആഴമായ ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. परमेश्वर की गहराई के बारे में हमारे जीवन में एक आशा होनी चाहिए. ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ആഴമായ അറിവ് നമുക്ക് ഇല്ലാത്തപ്പോഴാണ് ഉപരിപ്ലവമായി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച്, परमेश्वर की गहराई के बारे में ആഴമേറിയ അറിവ് നമുക്കില്ലെങ്കിൽ, गहराई की अगर समझ नहीं है तो നമ്മുടെ ആരാധനയും ക്രിസ്തീയ ജീവിതവും, हमारी आराधना और मसीही जीवन, ആമേൻ സ്തോത്രം, ഭൗമികമായ കാണപ്പെടുന്ന വിഷയങ്ങൾക്കകത്ത് ഒതുങ്ങിപ്പോകും. सांसारिक रीति से हम घुल मिल जाएंगे. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് परमेश्वर ने जो हमारे लिए रखा हुआ है, കണ്ണ് കണ്ടിട്ടില്ല, एक आंख ने देखा नहीं, കാത് കേട്ടിട്ടില്ല, किसी कान ने सुना नहीं, ഈ ലോകത്തുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിട്ടുമില്ലാത്ത വണ്ണം വലുതാണ്. इस संसार के किसी मनुष्य के मन में नहीं उत्पन्न हो, उससे बढ़कर है. അതിനെക്കുറിച്ച് ആത്മാവിൽ യോഹന്നാൻ സ്ലീഹ ഇങ്ങനെ പറഞ്ഞു. उस आत्मा में यूहन्ना बपतिस्मा वाला बोलता है, ആമേൻ സ്തോത്രം, നാം പ്രൈസ് ദി ലോർഡ് അവനെ പോലെയാകുമെന്ന് പറഞ്ഞു. हम उसके समान हैं. നാം അവൻ ഇരിക്കുന്നിടത്തിരിക്കുമെന്ന് പറഞ്ഞു. हम वहां, वो जहां बैठा है वहां पे हम बैठेंगे. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചതായ ആമേൻ ചെറിയൊരു അറിവാണ് നാം അവനെ പോലെയാകുമെന്നുള്ളത്. हमें जो एक छोटी समझ मिली है कि हम उसके समान रहेंगे. വേറൊരു ഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയാണ്, दूसरे भाग में यीशु मसीह ऐसा कहता है, ശിഷ്യൻ ഗുരുവിനെ പോലെ ആകുന്നത് മതി. शिष्य जो है गुरु की तरह होने पाए. നാം ഗുരുവിനെ പോലെ ആകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर चाहता है कि हम गुरु की तरह बने. ഗുരു എന്താണോ അത് നാമുമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. जैसा गुरु है वैसा हम भी बने. ഇന്ന് പകൽക്കാല സമയം ഹല്ലേലൂയ സ്തോത്രം, ഗുരുവിനെ പോലെ നമുക്ക് വായിത്തീരുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. आज के दिन पर गुरु के समान हम लोग भी ठहरने पाए. നല്ല ഗുരുവായി യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ, जैसा गुरु हमारे इस संसार में आया, യേശു അപ്പച്ചന്റെ പ്രസംഗത്തിന്റെ ആമേൻ ഹല്ലേലൂയ പ്രധാനമായ കാര്യങ്ങൾ, पर यीशु मसीह के जो उस प्रधान बात को, സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരുന്നു. स्वर्ग राज्य जो है समीप हुआ है. ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളെ നോക്കി പറയട്ടെ, आज दिन के समय प्रभु के लोगों को देख के हम बोले, കാലഘട്ടം നമ്മെ വിളിച്ചറിയിക്കുന്നത്, കാലഘട്ടം നമ്മെ അറിയിക്കുന്നത്, संसारिक बात हमें बताती है, നമ്മുടെ ചുറ്റുമുള്ളതായ ജാതീയ അനുഭവങ്ങൾ അമ്മ സ്തോത്രം സോഷ്യൽ സമൂഹത്തിലൂടെ നാം കാണുന്നത്, हम सोशल मीडिया के थ्रू जो जानते हैं, അവൻ കാലം അതിന്റെ അവസാനത്തിലേക്ക് എത്തപ്പെട്ടു എന്നതാകുന്നു. संसार जो है वो अंत तक पहुंच चुका है. ജാതി ജാതിയോട് എതിർത്തുകൊണ്ടിരിക്കുന്നു. जाति जाति एक दूसरे से लड़ रहे हैं. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. രാജ്യങ്ങൾ രാജ്യങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നു. राज्य राज्य बैर कर रहे हैं. എന്റെ വത്സല്യ സഹോദരങ്ങൾ, ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത്, हे मेरे प्रिय भाइयों, ये जो बता रहा है, നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ വരവേറ്റു അടുത്തു എന്ന്. हमारे उद्धारकर्ता यीशु मसीह का आगमन है. കാലഘട്ടം ഇങ്ങനെ വിളിച്ചറിയിച്ചിട്ട് ഞാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? संसारिक रीति से क्या हम लोग तैयार हैं अभी? കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കമുള്ളവരായി തീർന്നിട്ടുണ്ടോ? क्या हम परमेश्वर के आगमन के लिए तैयार हैं? നമ്മൾ എത്രമാത്രം നമ്മൾ സ്പിരിച്വലി നമ്മൾ ബ്ലെസ്ഡ് ആയിട്ടുണ്ട്? हम कितने तरह से हम लोग आशीषित हुए हैं? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഗ്രാഫ് ഉയരാറുണ്ടോ? क्या हमारी आत्मिक रीति की जो ग्राफ है वो बड़ी है? ഞാൻ എൻ്റെ സഹോദരങ്ങളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. मैं अपने भाइयों बहनों से पूछता हूँ कि आप आत्मिकता में आगे बढ़े हैं? നിങ്ങൾ ഭൗമികമായി അനുഗ്രഹിക്കപ്പെടുന്ന എനിക്ക് ആഗ്രഹമുണ്ട്. मैं चाहता हूँ कि आप भौमिक रीति से आप आशीषित रहें. എന്നാൽ ഞാനൊരു ശുശ്രൂഷകനാണ്. लेकिन मैं एक सेवक हूँ. ദൈവമാണ് എന്നെ വിളിച്ചു വേദനിച്ചത്. परमेश्वर ने मुझे चुना है. ദൈവം എന്നെ വിളിച്ചു വേദനിച്ചത് ഈ ജനത്തെ ദൈവത്വത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ്. परमेश्वर ने मुझे इसलिए चुना है कि मैं उसकी नित्यता में आगे बढ़ूं. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ സ്പിരിച്വലി എങ്ങനെ ഇരിക്കുന്നു, ആത്മീയമായിട്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ചോദിക്കുന്നത്. इसलिए मैं आपसे पूछता हूँ कि आप आत्मिक में आगे बढ़े हैं? നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന്റെ ഗ്രാഫ് ഉയരുന്നില്ലെങ്കിൽ, यदि आपका आत्मिक रीति का ग्राफ नहीं बढ़ रहा है, ഇവിടെ तो എത്രമാത്രം മാനുഷ്യമായ ഓർഗനൈസേഷൻ നിങ്ങൾ പങ്കാളിയായി തീർന്നാലും यहाँ की किसी भी रीति की ऑर्गेनाइजेशन से आप आगे बढ़ेंगे, അതിന് യാതൊരു പ്രയോജനമില്ലാതായി തീരും. उससे कोई उपयोग नहीं है. ദൈവജനത്തിന് ഒരു ശബത്ത് വെച്ചിരിക്കുന്നു. परमेश्वर के नाम के लिए एक शब्द रखा हुआ है. ദൈവജനത്തിന് സ്വസ്ഥത വെച്ചിരിക്കുന്നു എന്നത്രേ തിരുവചനം പറയുന്നത്. पवित्र कलाम बता रहा है कि एक स्वस्थता रखा हुआ है. 9ാമത്തെ വാക്യം വായിച്ചു കേൾപ്പിക്കും. 9वां आयत बताता है. ദൈവത്തിന്റെ ജനത്തിന്
ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു. 9वां आयत बता रहा है, सो जान लो कि परमेश्वर के लोगों के लिए सबत का विश्राम बाकी है. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്ക് ഒരു ശബത്തിന്റെ അനുഭവം ദൈവം വെച്ചിരിക്കുകയാണ്. मेरे और आपके लिए एक सबत का विश्राम रखा हुआ है. ഹല്ലേലൂയ. आमीन. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. उत्पत्ति की पुस्तक 2 अध्याय 2 आयत. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ ഹല്ലേലൂയ 95-ാം സങ്കീർത്തനം അതിന്റെ 11-ാം തിരുവചനം. भजन संगीता 91 उसका 11वां आयत. ഈ വചനഭാഗങ്ങളൊക്കെ നമ്മോട് പറയുന്നത് ये वचन हमसे बताता है ഒരു സ്വസ്ഥതയെക്കുറിച്ചാകുന്നു. एक विश्राम के बारे में है. ഹല്ലേലൂയ. ഇവിടെ വേദപുസ്തകം പറയാണ് അവർ 7-ാം ദിവസം സകല പ്രവൃത്തിയിലും നിവൃത്തനായി തീർന്നു എന്നത്രേ. और परमेश्वर ने अपना काम जिसे वह करता था 7वें दिन समाप्त किया. ദൈവത്തിന്റെ സ്വസ്ഥതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. परमेश्वर के विश्राम के बारे में बताया गया है. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സ്വസ്ഥതയെക്കുറിച്ച് അവിസ്തോ തിരുവചനം വിളിച്ചു പറയുമ്പോൾ हे मेरे प्रिय भाइयों बहनों, परमेश्वर के विश्राम के बारे में बताया गया है. ആ സ്വസ്ഥതയുടെ അനുഭവം ദൈവം എനിക്കും നിങ്ങൾക്കും വെച്ചിരിക്കുന്നെന്ന് ആമേൻ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുവാനിടയായി തീർന്നത്. वही विश्राम परमेश्वर ने आपके लिए और मेरे लिए रखा हुआ है. इब्रानियों के पत्र में बताया गया है. എബ്രായരുടെ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നത് इब्रानियों की पत्री 4 अध्याय उसका 9वां आयत बता रहा है, ദൈവത്തിന്റെ ജനത്തിനൊരു ശബത്ത് അനുഭവം വെച്ചിരിക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. परमेश्वर की जन के लिए सबत का विश्राम रखा हुआ है. ഇതിനെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിവുണ്ടോ? क्या आपको कोई समझ है इसके बारे में? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടോ? क्या आप इसके समझ है कोई? ആമേൻ. ദൈവത്തിന്റെ ജനത്തിന് എനിക്കും നിങ്ങൾക്കും ഒരു ശാപത്തിന്റെ അനുഭവം വെച്ചിട്ടുണ്ടെന്ന് ബോധ്യമുണ്ടോ? क्या आप समझ रहे हैं कि परमेश्वर ने आपके लिए मेरे लिए सबत का विश्राम रखा हुआ है? ആമേൻ. ഇന്ന് പകൽക്കാലം അതിനെക്കുറിച്ച് ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. आज दिन के समय उसके बारे में एक समझ होने पाए. മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. मत्ती रचित सुसमाचार में बता रहा है, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ. बोझ उठाने वाले सब मेरे पास आने पाए, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു. मैं आपको विश्राम दूंगा. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, हे मेरे प्रिय भाई बहनों, കർത്താവിന്റെ അരികിലേക്ക് വന്നപ്പോൾ നമുക്കൊരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. परमेश्वर जो हमारे सामने आता है तो एक विश्राम है. പലവിധമായ പ്രയാസങ്ങളുടെ മുമ്പിലൂടെ ജീവിച്ചവരായിരുന്നു ഞാനും നിങ്ങളും. मैं और आप कई प्रकार की तकलीफ में जिए हुए हैं. ഇന്നും പല പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. अभी भी कई प्रकार की तकलीफें हमारे जीवन में हैं. എന്നാൽ അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു വലിയ ദൈവകൃപ നാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. लेकिन उन सब को ओवरकम करने के लिए परमेश्वर हमें उपयोग कर रहा है. നമ്മുടെ കടം മാറിയിട്ടല്ല നാം ഈ കൃപ അനുഭവിക്കുന്നത്. हमारे कर्ज पूरा हुआ उसके लिए नहीं हम आशीषित हो रहे हैं. നമ്മുടെ പ്രശ്നങ്ങൾ മാറിയത് കൊണ്ടല്ല നാം ഈ സ്വസ്ഥത അനുഭവിക്കുന്നത്. हमारी जो तकलीफें दूर हुई इसके लिए हम विश्राम पा रहे हैं, ऐसा नहीं. ഇതെല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നാം ഈ സ്വസ്ഥത കർത്താവ് പറഞ്ഞു, എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു. ये सब कुछ होने के बावजूद भी परमेश्वर कहता है तुम मेरे पास हो, मैं तुम्हें विश्राम दूंगा. ഈ ലോകത്ത് ഇതെല്ലാം ഉണ്ട്. इस संसार में सब कुछ है. മക്കളെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഈ ലോകത്തെ നമ്മൾ ജീവിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. हे प्रियो, आप ये जाने कि इस संसार में हम जीते वक्त ये सब कुछ हमारे जीवन में है. യേശു കർത്താവ് ഇങ്ങനെ പറയാണ്, यीशु मसीह ऐसा कहता है, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, संसार में आपको कष्ट है എന്ന് ധൈര്യപ്പെടുവീൻ, लेकिन धैर्य रहे, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നെന്നാ പറഞ്ഞത്. मैंने उस पर विजय प्राप्त किया है. ലോകത്തെ ജയിച്ചവൻ ഇന്ന് എവിടെ ഇരിക്കുന്നത്? इस संसार को विजय प्राप्त किया आज कहाँ बैठे हुए हैं? യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറയാണ്, यूहन्ना बपतिस्मा देने वाला ऐसा कह रहा है, നമ്മളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. हमसे भी बड़ा यीशु मसीह है. ഇന്ന് ലോകത്തുള്ളവൻ, ലോകത്തെ ജയിച്ചവൻ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിലുണ്ട്. आज जो यीशु मसीह हमारे जीवन में है. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, यूहन्ना रचित सुसमाचार, നിങ്ങൾ എന്റെ വചനം പ്രമാണിക്കുന്നെങ്കിൽ यदि आप वचन को प्रमाण कर रहे हैं, ഞാനും പിതാവുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമെന്നാ പറഞ്ഞത്. मैं पिता आपके अंदर वास करूंगा. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, ആമേൻ. ഞാൻ ദൈവവചനം പ്രമാണിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തെ ജയിച്ചവൻ എന്റെ ഉള്ളിൽ വസിക്കാൻ തുടങ്ങും. हे मेरे प्रिय भाई बहनों, यदि हम उस वचन को प्रमाण करेंगे तो हम उसके अनुसार जिएंगे. ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവവചനം അനുസരിക്കാൻ തുടങ്ങിയാൽ, यदि आप इस वचन को समझ रहे हैं तो, ദൈവവചനത്തിന് മുമ്പ് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, यदि आप इस वचन के सामने अपने आप को आगे रखेंगे तो ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ ഇടയായി തീരും. परमेश्वर आपके अंदर वास करेगा. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ശാപത്തിന്റെ അനുഭവം ദൈവം വെച്ചിട്ടുണ്ട്. ऐसा है तो सबत का दिन आपके लिए रखा हुआ ഇപ്പൊ है. നമുക്ക് ലഭിക്കുന്ന സ്വസ്ഥതയല്ല, आज अभी जो मिल रहा है वो विश्राम नहीं, അതിലും ഉപരിയായ ഒരു സ്വസ്ഥത
उससे भी बढ़कर एक विश्राम, ഹല്ലേലൂയ, രോഗമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വേദനയില്ലാത്ത, നിന്ദയില്ലാത്ത, പരിഹാസമില്ലാത്ത ഒരു നാട്ടിൽ നാം എത്തുവാനുള്ളവരാണ്. जहाँ बीमारी नहीं, जहाँ कष्ट नहीं, जहाँ नष्ट नहीं, उस जगह पे यीशु हमें विश्राम देगा. ഹല്ലേലൂയ, ആ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കണ്ടേ? उस विश्राम की ओर हम आगे ആ बढ़े. സ്വസ്ഥതയിലേക്ക് ഞാൻ നിങ്ങൾ കടക്കണ്ടേ? उस विश्राम की ओर हम आगे बढ़े. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. ऐसा है तो हमारी जो उस नजरिए में बदलावट ആ होने पाए. സ്വസ്ഥതയുടെ നാട്ടിലേക്ക് നമുക്കൊന്ന് പോകുവാൻ ഒരു വെമ്പൽ നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. उस विश्राम के गांव में जाने के लिए हमारे अंदर एक उज्जवलित होने पाए. നാം ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവനോടുകൂടെ ചേരുവാൻ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. हम शारीरिक रीति से जी रहे हैं इस संसार में, लेकिन एक हमारे मन के अंदर एक उत्तेजना होने पाए हम उसके साथ जीने के लिए. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, भजन संगीत ऐसा कहता है, മാൻ നീർത്തോടുകളിൽ ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ जैसे हिरनी पानी के लिए हाफती है, യഹോവ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ कि കാംക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. मेरे मन में मैं यहोवा के लिए कांपता हूँ. ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും आराधना करते वक्त, प्रार्थना करते वक्त, ദൈവവചനത്തിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും प्रभु के वचन के सामने आगे वक्त ദൈവത്തിന്റെ ആത്മാവ് അകത്തളങ്ങളിൽ ഉള്ളവൻ ഒറ്റ ചിന്തയേ ഉള്ളൂ, अपने मन में यही एक चिंता है, എന്ന് ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ചേരുമെന്ന്. आज मैं प्रभु के संग रहूंगा. ഹല്ലേലൂയ, ആ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ, उस विश्राम की ओर बढ़ने के लिए അതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല. उसके रुकावट के लिए कुछ भी ना होने पाए हमारे जीवन में. ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, എബ്രായ ലേഖനം 3-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 7-ാമത്തെ വാക്യം മുതലാണ് ഈ സ്വസ്ഥതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്. मैंने आपको बताया इब्रानियों की पत्री 3 अध्याय 7 आयत के द्वारा इस विश्राम के बारे में बताया गया है. എബ്രായ ലേഖന കർത്താവ് വളരെ സവിസ്തരമായി തന്നെ, വളരെ വിശദമായി തന്നെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. इब्रानियों की पत्री में परमेश्वर ने बहुत विशालता से बताया गया है. 4-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ 4 आयत इस प्रकार शुरू होता നിങ്ങൾ है. ദയവായി, ഞാൻ ചില വാക്യങ്ങൾക്കകത്ത് മാത്രം നിന്നേ പോകത്തുള്ളൂ, അതുകൊണ്ട് ദയവായി നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. 4-ാം അധ്യായം തുടങ്ങുന്നത് വായിച്ചാട്ടെ. 4 आयत शुरू होता है, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ. നോക്കണം ആ ഭാഗം നിന്ന്, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ. അത് എനിക്കും നിങ്ങൾക്കും ആ വാഗ്ദത്തം ഉണ്ട് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. मेरे और आपके अंदर एक प्रतिज्ञा होनी चाहिए. പ്രൈസ് ദി ലോർഡ്, आमीन. ഹല്ലേലൂയ. അതുകൊണ്ട് ആ വാഗ്ദത്തം ലഭിച്ചവരെ, ആ ലഭിച്ച വിളിയെ കുറിച്ച് അവൻ തിരുവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, സ്വർഗീയ വിളി എന്നാ പറഞ്ഞിരിക്കുന്നത്. ऐसा प्रतिज्ञा पाए हुए लोगों के बारे में यीशु बता रहा है, स्वर्गीय प्रतिज्ञा. നമുക്ക് ലഭിച്ച വാഗ്ദത്തം ഹല്ലേലൂയ അത് സ്വർഗീയ വിളിയാണ്. हमें जो मिला है वो एक स्वर्गीय प्रतिज्ञा है. അവൻ ആ വിളി എന്തിനു വേണ്ടിയാ? वो बुलाहट किस चीज के लिए? 4-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, 4 अध्याय 1 आयत बता रहा है, അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ വേണ്ടിയാ. इसलिए जबकि उसके विश्राम में प्रवेश करने की प्रतिज्ञा, अब तक तो हमें डरना चाहिए. അതെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. प्रभु चाहता है कि उस विश्राम के लिए हम आगे बढ़े. ഇന്ന് പകൽക്കാലം അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ നമുക്ക് വിളിയുണ്ട്. हमें उस विश्राम की ओर जाने के लिए एक बुलावट है. കർത്താവിന്റെ വരവ് ഇതുവരെയും ആയിട്ടില്ലാത്തത് കൊണ്ട്, प्रभु का आगमन अभी तक नहीं है, इसलिए നമുക്കിനി അവസരങ്ങളുമുണ്ട്. हमें अभी भी एक अवसर है. നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായി തീരണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. आप उसके लिए एक समझ होने पाए. അടുത്ത വാക്യം ദയവായി വായിച്ചാൽ അതിന്റെ അടുത്ത ഭാഗം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. इसलिए जबकि उसके विश्राम में प्रवेश करने की प्रतिज्ञा अब तक है, तो हमें डरना चाहिए, ऐसा ना हो कि तुम में से कोई जन उससे रहित जान पड़े. ഇവിടെ ലേഖനകർത്താവ് പറഞ്ഞു നാം ഭയപ്പെടണമെന്ന് പറഞ്ഞു. यहाँ पे परमेश्वर कहता है कि हम डरना चाहिए. എബ്രായ ക്രിസ്ത്യാനികളോട് അവൻ ലേഖനകർത്താവ് പറയാണ്, നിങ്ങൾ ഭയപ്പെടണം, നാം ഭയപ്പെടണം. इब्रानियों मसीह को बोल रहे हैं कि हमें डरना चाहिए. പ്രൈസ് ദി ലോർഡ്. എന്താ ഭയപ്പെടേണ്ടത്? ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ എന്തോർത്താ ഭയപ്പെടണം? क्या डरना चाहिए कि उस विश्राम की ओर अगर हम नहीं प्रवेश किए तो. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നവരല്ലേ? हम कई बार कई बातों को लेके चिंतित होते हैं. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങൾ ഭയപ്പെടേണ്ട ഒറ്റ കാര്യമാ, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാതെ പോയാൽ ഞാൻ ഭയപ്പെട്ടേ മതിയാകത്തുള്ളൂ. लेकिन हमें बस एक ही बात की चिंता होनी चाहिए कि यदि यीशु मसीह का आगमन हुआ तो हम उठाए नहीं जाएंगे. तो ഇവിടെ കൊട്ടിപ്പാടി ആരാധിച്ചിട്ടും അവൻ നിത്യതയിൽ എത്തപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഭയപ്പെട്ടേ മതിയാകത്തുള്ളൂ. यहाँ पे आराधना करने से अगर हम नहीं गए तो बस हमें यही सोचना चाहिए. ഇവിടെ ലേഖനകർത്താവ് പറയുക, അവന്റെ സ്വസ്ഥതയിൽ എത്തപ്പെടാതെ പോകുന്നതിനെ ഓർത്ത്
ഓർത്ത് നാം ഭയപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ वचन कह रहा है कि हम उसके विश्राम की ओर नहीं गए तो हमें डरना चाहिए. ഒരു പുതിയ വിശ്വാസി എങ്ങനെയൊക്കെ ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കാം? एक नया नियम विश्वासी कैसे इस विश्राम में नहीं पहुंच पाए. ഇബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. इब्रानियों की पत्री 3 अध्याय में हम ऐसे पढ़ते हैं. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 7 മുതലുള്ള വാക്യഭാഗങ്ങൾ ദയവായി ഒന്ന് വായിച്ചു കേൾപ്പിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. നോക്കണം, ആമേൻ. സർവശക്തനായ സർവകൃപാലുവായ ദൈവം പറയുക, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല എന്ന് ഞാൻ സത്യം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. ऐसा 3 अध्याय उसका 7वां आयत में ये बोला गया है कि मैं उस विश्राम की ओर नहीं गया, मैंने एक सत्य किया है. അവൻ, പ്രിയ സഹോദരങ്ങളെ, അവൻ വേദപുസ്തകം പറയുന്നത് നാം വളരെ ശ്രദ്ധയോട് വായിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഞാനും നിങ്ങളും ഇതുപോലെ തന്നെ വരുവാൻ ഇടയായിത്തീരും. मेरे प्रिय भाइयों बहनों, अगर हम उस विश्राम की ओर जाने के लिए इस वचन को अगर हम नहीं आगे बढ़ेंगे तो हमारे जीवन में भी ऐसा ही होगा. നമ്മുടെ പാരമ്പര്യമൊക്കെ വിട്ടുമാറി हमारी परंपरा को सब छोड़कर നമുക്ക് ഉള്ളതായ വിലയുണ്ടെന്ന് നമ്മൾ കരുതിയതിനൊക്കെ വിട്ടു കളഞ്ഞിട്ട് हमारे पास जो मूल्यवान है उसको छोड़कर നമ്മൾ കർത്താവിനെ പിൻപറ്റാൻ ഇറങ്ങി തിരിച്ചവരല്ലേ. हम प्रभु के और आगे बढ़ने के लिए तैयार हैं. കർത്താവ് പ്രൈസ് ദി ലോർഡ് നമ്മെ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ലെങ്കിൽ, यदि प्रभु हमें विश्राम की ओर नहीं लेके जा रहा तो പിന്നെ നമ്മുടെ ഈ ശുശ്രൂഷ കൊണ്ട് എന്താ പ്രയോജനമുള്ളത്? फिर हमारी सेवका इससे क्या फायदा? നിങ്ങൾക്ക് ഇവിടെ നിന്ന് പുൽപിറ്റിൽ നിന്ന് പാട്ട് പാടുന്നവരാ, आप सब यहाँ पे गाना गाने वाले നിങ്ങൾ हैं, ദൈവവചനം ഘോഷിക്കുന്നവരാ. आप परमेश्वर के वचन को ഞാൻ घोषणा ദൈവവചനം करने वाले ഘോഷിക്കുന്ന വ്യക്തിയാ. हैं. मैं यीशु मसीह की घोषणा करने वाला നിങ്ങൾ हूँ. പ്രാർത്ഥിക്കുന്നവരാ, आप प्रार्थना करने वाले നിങ്ങൾ हैं, ദൈവസഭയ്ക്ക് ഔദാര്യമായി ദാനം കൊടുക്കുന്നവരാ. आप प्रभु की कलीसिया के लिए दान देने वाले എന്നാൽ ഞാൻ हैं. നിങ്ങളോട് പറയട്ടെ, ഇതൊന്നുമല്ല നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കാൻ പോകുന്നത്. लेकिन मैं कहना चाहता हूँ ये सब कुछ नहीं अनंत के लिए और जाएगा. ദൈവവചനത്തിനകത്ത് നിലനിൽക്കാൻ ഇടയാകുന്നെങ്കിൽ, यदि आप वचन के अनुसार जिएंगे तो, ദൈവവചനത്തിന് സത്യങ്ങളെ കുറിച്ച് ആഴമേറിയ ബോധ്യം ഉണ്ടാകുന്നെങ്കിൽ, यदि उस वचन की सच्चाई के बारे में एक समझ है तो, ആ വചനപ്രകാരം ജീവിക്കാൻ ഇടയാകുന്നെങ്കിൽ, उस वचन के अनुसार जिएंगे तो ആമേൻ, ഹല്ലേലൂയ, നാം എപ്പോഴും ഉയരത്തുള്ളത് വേണ്ടി കാംക്ഷിച്ചുകൊണ്ടിരിക്കുക. हम हमेशा सर्वदा के लिए ऊंचाई की ओर आगे बढ़ेंगे. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം കാണുന്നത്, कोलोसियों की पत्री 3 अध्याय पहला आयत इस प्रकार बता रहा है, ആമേൻ, നാം ഉയരത്തുള്ളത് കാംക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. सो जब तुम मसीह के साथ जिले गए ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഒന്ന് നോക്കണം, ഞാൻ എവിടെ ഉയർത്തെഴുന്നേറ്റ്, നമ്മൾ എപ്പോഴാ ഉയർത്തെഴുന്നേറ്റത്? आप ये ध्यान दें, हम कब उठाए जाएंगे? നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, रोमियो की पत्री 6वां आयत बता रही है, വിശ്വാസ സ്നാനം സ്വീകരിച്ചപ്പോൾ विश्वास की बपतिस्मा लेते वक्त പാപത്തിന്റെ പഴയ മനുഷ്യനെ നാം വെള്ളത്തിൽ കുഴിച്ചിട്ടു, पाप भरे उस मनुष्य को उस पानी में दफना दिया, ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് നാം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. आत्मा में पाए हुए उस सृष्टि से അങ്ങനെ ഉയർത്തെഴുന്നേറ്റവരെ സംബന്ധിച്ച് നിങ്ങൾ ദൈവത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ, यदि उस കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്, വായിച്ചാട്ടെ. सो जब तुम मसीह के साथ जिलाए गए तो स्वर्गीय वस्तुओं की खोज में रहो जहां मसीह वर्तमान है और परमेश्वर की दाहिनी ओर बैठा है. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പ്രിയ നാം ഭായി ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണം എവിടെയായിരിക്കും? ഈ ലോകത്തല്ല. यदि हम उठाए गए हैं तो हमारे खोज कहाँ होगी? संसार में नहीं. ഈ ആഴ്ച നിങ്ങൾ പ്രാർത്ഥിച്ചവരിൽ എത്ര പേരോട് ചോദിച്ചാൽ എല്ലാവരും പ്രാർത്ഥിച്ചവരായിരിക്കില്ലേ? यदि मैं आपसे पूछूं कि इस हफ्ते किसने प्रार्थना की, सब लोग हाथ उठाएंगे. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഒരു കാര്യം നിങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ? यदि मैं पूछना चाहूंगी कि आपने प्रार्थना में उल्कोट किया है? സ്വർഗീയനായ ദൈവത്തിന്റെ നന്മയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? क्या आपने स्वर्गीय आशीष के लिए प्रार्थना किया है? ഞാൻ ഉദ്ദേശിക്കുന്ന ഭൗമിക നന്മയെക്കുറിച്ചല്ല. मैं ये नहीं बोल रहा कि भौतिक रीति. ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന ആ മഹത്വത്തിന്റെ നന്മയെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഒന്നെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? मैं आपसे ये बोल रहा कि आपने कभी भी स्वर्गीय आशीष के बारे में प्रार्थना किया है? ഹല്ലേലൂയ.
ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്, मैं आपको एक आह्वान करता हूँ, നമ്മൾ പ്രാർത്ഥന സ്തോത്രം ഉയരത്തിലുള്ളതിന് വേണ്ടി ആയിരിക്കണം. हमारी प्रार्थना जो है स्वर्ग की ओर होने पाए, ഉയരത്തിലുള്ളതിന് വേണ്ടി കാംക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരണം. स्वर्ग में जो चाहिए वो उसके लिए हम प्रार्थना करें. ആമേൻ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് पवित्र कलाम सिखा रही है, സ്വർഗ്ഗത്തിലെ സകലവിധ നന്മകളാൽ നമ്മെ അനുഗ്രഹിക്കുമെന്നാണ് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നത്. स्वर्गीय रीति से परमेश्वर हमें भरपूर करेगा. ആമേൻ. നമുക്ക് ആ നന്മയുണ്ട് എന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ हमारे अंदर वो आशीष है, पवित्र कलाम सिखा रहा है. ദൈവസഭയുടെ നന്മ സ്വർഗ്ഗത്തിൽ സ്തോത്രം സ്വർഗീയ നന്മയാണ് തിരുവചനം പഠിപ്പിക്കുമ്പോൾ कलीसिया की जो आशीष है वो स्वर्गीय आशीष है. जब हम पवित्र कलाम सिखाती है, നിങ്ങൾ ഈ ആഴ്ച പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴെങ്കിലും ആ നന്മ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? आपने इस हफ्ते प्रार्थना करते क्या आपने कभी वैसा किया? ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്കൊന്ന് പറയാൻ സാധിക്കുമോ? क्या आप आत्मिक रीति से बता सकते हैं? ഇവിടെ ഇരിക്കുന്നവർ ദയവായി എന്നെ ശ്രദ്ധിച്ച് ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പറയാൻ സാധിക്കുമോ? ഈ ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ആ സ്വർഗീയ നന്മ എനിക്ക് തരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? आप यहाँ पे आप बताइए कि आपने इस हफ्ते जो प्रार्थना किया स्वर्गीय आशीष के लिए प्रार्थना किया है? നിങ്ങൾക്ക് ജോലി വേണം നിങ്ങൾ പ്രാർത്ഥിച്ചു, आपने प्रार्थना किया आपको एक जॉब चाहिए, നിങ്ങളുടെ കടം മാറണം നിങ്ങൾ പ്രാർത്ഥിച്ചു, आपका कर्ज दूर होना है आपने प्रार्थना किया, നിങ്ങളുടെ രോഗം മാറണം നിങ്ങൾ പ്രാർത്ഥിച്ചു, आपकी बीमारी दूर होने प्रार्थना किया, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വേണം നിങ്ങൾ പ്രാർത്ഥിച്ചു. आपके जीवन में ऊंचाई होना है प्रार्थना ആ किया. പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിച്ചപ്പോൾ उस प्रार्थना के लिए समय निकालते वक्त എത്ര സമയം നിങ്ങൾ ആത്മീയ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്? कितना समय आपने प्रार्थना की उस स्वर्गीय आशीष के लिए? ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനയെ ഒന്ന് മാറ്റുമോ? आज के दिन, आज से आपकी प्रार्थना में एक बदलावट होने കർത്താവേ, पाए. ആ സ്വസ്ഥതയിൽ എനിക്കൊന്ന് പ്രവേശിക്കണം. उस विश्राम के लिए और मैं आगे ആ बढ़ूं. സ്വസ്ഥത എനിക്കുള്ളതാ. वो विश्राम मेरे लिए है. എന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. मैं उस विश्राम को खोना नहीं चाहता. സങ്കീർത്തനങ്ങൾ 95 അധ്യായം അതിന്റെ 8 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാകുന്നു എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. भजन संगीता 98 उसका से लेके 11वां आयत में बता रहा है. അവൻ പഴയ നിയമത്തിന്റെ ഉദ്ധരണികളെ ഉദ്ധരിച്ചുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് ഇവിടെ പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കും 7ാമത്തെ വാക്യം മുതൽ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നത് പോലെ इसलिए जो पवित्र आत्मा बता रहा है, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ यदि आप उस आवाज को सुन रहे हैं तो മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇതിന്റെ അധ്യായത്തിന്റെ അവസാന വാക്യം കൊണ്ടത് വായിച്ചാട്ടെ. 3-ാം അധ്യായത്തിൽ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഈ വായിച്ച വാക്യങ്ങൾക്കകത്തുനിന്ന് ചില ചിന്ത നിങ്ങളോട് ഒരുമിച്ച് പങ്കുവെക്കാൻ ഞാൻ കർത്താവ് വിശാലം പ്രാപിക്കുകയാണ്. इस आयतों के द्वारा मैं आपको बताना चाहता हूँ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും उद्धार पाए हुए, बपतिस्मा लिए हुए, പെന്തക്കോസ്തുകാരെന്നും പെന്തക്കോസ്തുകാരത്തിനും പേരുണ്ടായിട്ടും नाम है बेंतिकोस का, കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാതെ പോയാൽ, परमेश्वर के आगमन पे उठाए नहीं गए तो അത് ദൈവസഭയുടെ പ്രോബ്ലം അല്ല, वो कलीसिया का प्रॉब्लम नहीं है, അത് വചനം പഠിപ്പിക്കുന്ന അഭിഷക്തന്റെ കുഴപ്പമല്ല, वो वचन सिखाने वाले सेवक का प्रॉब्लम नहीं അത് है. ഞങ്ങൾ പഠിപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ കുഴപ്പമാണ്. अगर हमने वो सिखाया नहीं तो प्रॉब्लम है. എന്നാൽ അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല. यदि हम उसे सिखा रहे तो हमारा प्रॉब्लम नहीं അതിനെ है. ഏറ്റെടുക്കാൻ ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, अगर उसको समझने के लिए अगर आपके अंदर मन है तो, ഇപ്പോൾ ഈ നിമിഷം കർത്താവ് വന്നാലും यदि अभी भी यीशु मसीह आए तो കർത്താവിനെ എതിരേൽക്കുവാനായി നാം ഹല്ലേലൂയ സ്തോത്രം വാനമേഘത്തിൽ പറന്നുയരും. तो ऐसा है तो हम स्वर्ग की ओर उठाए जाएंगे. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ വാനമേഘത്തിൽ പറന്നുയരാൻ? क्या आप चाहते हैं कि उस स्वर्ग की ओर उठें? നമ്മുടെ വീട് വിട്ടൊന്ന് പറന്നുയരാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? अपने भवन को छोड़कर स्वर्ग की ओर जाने के कितने लोग तैयार നമ്മൾ हैं? വാങ്ങിച്ച കാറ് വിട്ടിട്ട് നമുക്ക് പറന്നുയരാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? हमने जो खरीदा उस वाहन को छोड़कर उस स्वर्ग की ओर जाने के कितने लोग तैयार हैं? എനിക്കറിയാം നിങ്ങൾക്ക് ലക്ഷങ്ങൾ ബിസിനസ് ചെയ്തവർക്ക് കിട്ടാനുണ്ടെന്ന്, പക്ഷേ ആ ലക്ഷങ്ങളും വിട്ടിട്ടൊന്ന് പറന്നുയരാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? उस लाखों को छोड़कर कितने लोग स्वर्ग की ओर जाना चाहते ഈ हैं? ലോകത്ത് നമ്മെ കീഴടക്കി വെക്കാൻ ഇതിനൊക്കെ സാധ്യമായി തീരും. ये संसार इस सब के अधीन कर सकता है हमें. കുഞ്ഞ് നിന്നെ ഇതിനകത്ത് കീഴടക്കി വെക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. परमेश्वर आपको नहीं चाहते कि इसके अधीन रहें. ഉയർത്തപ്പെടുന്നതിന് തടസ്സമായി നിന്നെ ഇതൊന്നും കീഴടക്കി വെക്കരുത്. ऊंचाई की ओर जाने के लिए इन सब के अधीन ना रहें. ഇവിടല്ലേ നല്ല ജോലി, यहीं पे नहीं है एक काम, ഇവിടല്ലേ നല്ല കാറ്, यहाँ पे है सब वाहन, ഇവിടല്ലേ ഇരുനില കെട്ടിടമുള്ളത്. यहीं पे है एक भवन. ഹല്ലേലൂയ. എന്നാൽ എത്ര നല്ല ജോലിയാണെങ്കിലും അത് പോകും.
चाहे कितनी भी बड़ी नौकरी ना हो, എത്ര നല്ല കാറാണെങ്കിലും അത് ഹല്ലേലൂയ ഡാമേജ് ആകും. चाहे कितनी भी बड़ी कार हो, कुछ भी हो सकता है. എത്ര വലിയ കെട്ടിടമുണ്ടെങ്കിലും ഒരു നാൾ അത് കേടുപാടുകൾ അതിനുണ്ടാകും. जितना भी बड़ा भवन हो, कुछ भी हो सकता എത്ര है. ബിസിനസ് ഉണ്ടെങ്കിലും ഒരു നാൾ അത് ഇടിഞ്ഞു വന്നു വരും. कोई भी जितना बड़ा बिजनेस हो, कुछ भी खत्म हो सकता है. എന്നാൽ ഇടിയാത്ത ഒരു രാജ്യമുണ്ട്. लेकिन कभी भी खत्म ना होने वाला एक राज्य है. ദൈവവചനം പറയുന്നു ഇളകാത്ത രാജ്യം എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. प्रभु का वचन कह रहा है कि हिलाने ना वाला एक राज्य है. ആ രാജ്യത്തിനകത്ത് ഇളക്കമില്ലെന്ന്, उस राज्य ആ രാജ്യത്തിനകത്ത് ക്ഷയമില്ല, വാട്ടമില്ല, മാലിന്യമില്ലെന്ന്. उस राज्य के अंदर किसी प्रकार की कोई मिलावट नहीं है. അതിനകത്താണ് നിങ്ങളുടെ നിക്ഷേപമെങ്കിൽ, उसके अंदर आपका एक निक्षेप है. അതിനകത്താണ് നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കുന്നതെങ്കിൽ, यदि उसके अंदर हम स्वरूप हो रहे हैं तो അതിനെ വിട്ടുപോകും, ഇതിനെയൊക്കെ വിട്ടുപോകാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. तो इन सब को छोड़ के जाने के लिए हमें कोई तकलीफ नहीं होगी. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, आज के दिन मैं आपसे पूछना चाहता हूँ, നമ്മൾ പാടുമില്ലേ അമിസ്വത്ത് എന്റെ നിക്ഷേപം നീ തന്നെയെന്ന് പാടത്തില്ലേ? हम गाते हैं कि मेरा निक्षेप तू ही है. നമ്മൾ ആ പാട്ടൊക്കെ പാടുമെങ്കിലും എത്രമാത്രം നമുക്കൊരു ആത്മാർത്ഥതയുണ്ട്. हम ये सब कुछ गाते हैं अच्छे से. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണോ? हमारा निक्षेप जो है स्वर्ग में है. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാകുന്നുവെങ്കിൽ यदि हमारा निक्षेप स्वर्ग में है तो നമുക്ക് അവന്റെ വചനം അനുസരിക്കാൻ ഇന്ന് പകൽക്കാലം ഇടയായി തീരട്ടെ. उस वचन के अनुसार जीने पाए. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ആ വിളി നമുക്കുണ്ടായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ലെങ്കിൽ നാം അതിനെ ഓർത്ത് ഭയപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ पे कलाम बता रहा है कि अगर हमें नहीं मिल रहा तो हमें डरना चाहिए. ആ വിളി നമുക്കുമുണ്ട്. वो बुलावट हमारे लिए भी है. പഴയ നിയമ വിശ്വാസിക്ക് മാത്രമല്ല, पुराने नियम में विश्वासियों के लिए नहीं है. എനിക്കും നിങ്ങൾക്കും ആ വിളിയുണ്ട്. मेरे और आपके लिए भी है. എനിക്കും നിങ്ങൾക്കുമുള്ള വിളിക്കകത്ത് ഞാൻ പ്രവേശിക്കണമെങ്കിൽ, मेरे और आपके लिए जो बुलावट के लिए प्रवेश करना है तो നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മളെ അതിന് എതിരായി നിൽക്കുന്ന പലതിനെ നമ്മൾ വിട്ടേ മതിയാകത്തുള്ളൂ. जो हमारे खिलाफ जा रहे हैं उन सबको छोड़ना पड़ेगा. അതിലേക്ക് വെളിച്ചം വീശുന്ന വാക്കുകളാണ് നാം ഇപ്പോൾ പറഞ്ഞു കേട്ടത്. उस वचन के बारे में हमें बताया गया है. ഈ സങ്കീർത്തനങ്ങൾ 95 സങ്കീർത്തനം അതിന് 8 മുതൽ 11 വരെയുള്ള വേദഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്, भजन संहिता 95 उसका 8वां आयत से लेके 11वां आयत में यहाँ पे बताया गया है. ഹല്ലേലൂയ, അതിൽ ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഉദ്ധരിക്കട്ടെ. उनमें से कुछ बातें मैं बताना चाहता हूँ. ഒന്ന് പറയുന്നത് ഹല്ലേലൂയ, നമ്മളിൽ എങ്ങനെ ഹൃദയം ഉണ്ടായിരിക്കും? पहला बताया गया कि हमारे अंदर कैसा मन होना चाहिए. സ്തോത്രം ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റിപ്പോകുന്ന ഹൃദയം എന്നാണ് 10ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത്. यहाँ पे बताया गया है कि വിശ്വാസിയെ 10ാമത്തെ വാക്യം, रूठा हुआ मन ना होने पाए, തെറ്റിപ്പോകുന്ന ഹൃദയം ഇല്ലേ? भरमाने वाला मन ना होने पाए. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന ഒരു ഹൃദയമുണ്ടോ? क्या मैं आपसे पूछना चाहता हूं कि आपके अंदर भरमाने वाला मन है. ഹല്ലേലൂയ. നിങ്ങൾ തെറ്റിപ്പോകുന്ന ഹൃദയം, ഞാൻ നിങ്ങളുടെ ജീവിതം തെറ്റിപ്പോയെന്നല്ല പറയുന്നത്. मैं ये नहीं कह रहा कि आपका जीवन भरमाने होने पाए. നിങ്ങളുടെ ജീവിതം തെറ്റിപ്പോയെന്നല്ല ഞാൻ പറയുന്നത്. मैं ये नहीं कह रहा आपका जीवन भरमाने होने पाए. ഹൃദയം തെറ്റിപ്പോയ ഒരു മണ്ഡലമുണ്ടോ? क्या आपका मन भरमाने हुआ है? ഹല്ലേലൂയ. आमीन. ധന്യനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ താൻ ഭയപ്പെടുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. पौलुस लेगा जो कोरिन्थी की पत्री में कह रहा है. ആമേൻ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം വായിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം 11ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വേദഭാഗങ്ങൾ സഹോദരൻ വായിച്ചു കേൾപ്പിച്ചാട്ടെ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും, അവിടെ നോക്കണം, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ ശ്രദ്ധയോട് കേട്ടെ, ഇവിടെ ശരീരം കൊണ്ട് അവിടെ മാലിന്യമുള്ളവരായി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ആണോ? ശരീരത്തിൽ പാപം ചെയ്തെന്നല്ല പറഞ്ഞിരിക്കുന്നത്. दूसरा कोरिन्थियों की पत्री 11वां अध्याय उसका दूसरा आयत से में बताया गया है कि हमारा जो मन है वो सीधा ही होने पाए. എന്താ പറഞ്ഞത്? ശരീരത്തിൽ തെറ്റിപ്പോയെന്നാണോ പറഞ്ഞത്? यहाँ पे ये नहीं बताया कि शरीर को छोड़ा गया है. നിങ്ങളുടെ മനസ്സ്, आपका जो मन है, ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ടുമാറി मसीह के रूप में उस साथ को छोड़कर തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നെന്നാ പറഞ്ഞേ. क्या वो नष्ट हो सकता है? ഒന്ന്, ആദ്യം നമ്മൾ എബ്രായ ലേഖനം 4ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ അതിലെ 1ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കണ്ടു, ദൈവസഭ ഭയപ്പെടേണ്ട ഒരു കാര്യം, അവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുമെന്ന് ഭയപ്പെടേണ്ട
ഭയപ്പെടണമെന്ന് പറഞ്ഞു. इब्रानियों की पत्री 4 अध्याय उसके पहला आयत में ये बताया गया है कि हम प्रतिज्ञा करें कि हमें डरना चाहिए. രണ്ടാമത് അഭിഷക്തൻ ദൈവത്തിന്റെ അഭിഷക്തൻ പറയുക, വചനമറിയിച്ച ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഭയപ്പെടുന്നു, നിങ്ങൾ ഈ സ്വസ്ഥത പ്രവേശിക്കാതെ അവിടെ തെറ്റിപ്പോകുമെന്ന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. मैं यहाँ पे डर रहा हूँ कि आप विश्राम की ओर ना जा पाए तो. കുഞ്ഞേ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആമേ തെറ്റിപ്പോകുന്ന ഹൃദയം എന്ന് പറഞ്ഞാൽ मैं आपसे पूछना चाहता हूँ कि अगर नष्ट हुआ एक मन, നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടതിന് പകരം हम अपने यीशु मसीह को प्रथम स्थान देने के बावजूद അവൻ ഹൃദയത്തിൽ മറ്റ് എന്തിന് ഒന്നാം സ്ഥാനം കൊടുത്താലും, चाहे आप किसी और चीज को प्रथम स्थान देंगे तो അവൻ അത് പാതിവൃത്യ ഭംഗമാണ്, അല്ലെങ്കിൽ തെറ്റിപ്പോയിരിക്കുകയാണ്. इसका मतलब वो नष्ट हो चुका है. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കട്ടെ. मैं समझ रहा हूँ कि आप समझ पा रहे हैं. ഞാൻ ആ വാക്ക് ഉച്ചരിച്ചത് മനഃപൂർവ്വമായിട്ടാ. मैं जानबूझकर मैं इस बात को उठाया. ഹല്ലേലൂയ. യാമേ സ്തോത്രം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11 അധ്യായം 2 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, दूसरा कोरिन्थियों की पत्री 11 अध्याय दूसरा आयत में बताया गया है, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നത് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം, നമ്മളെ എങ്ങനെയാണ് ഏൽപ്പിച്ചു, നമ്മളെ കുറിച്ച് എന്താണ് ദൈവത്തിന്റെ പദ്ധതി? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന്, ക്രിസ്തുവിന്റെ നിർമ്മല മണവാട്ടിയാണ് എന്ന ദൈവത്തിന്റെ പദ്ധതി. हमारे बारे में यीशु क्या चाहता है, उसका दूसरा कोरिन्थियों 11 अध्याय दूसरा आयत में बताया गया कि तुम्हें पवित्र कुंवारी की नाई मसीह को सौंप दो. എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറണമെന്ന്. मेरे और आपके बारे में यीशु चाहता है कि मसीह की एक पवित्र कुंवारी की नाई बने. അതിനുവേണ്ട അഭിഷക്തൻ ആമേൻ സുവിശേഷം അറിയിച്ചത്. इसके बारे में यीशु मसीह ने सेवक को बताया है. അവൻ പൗലോസ്ലീഗ സുവിശേഷം അറിയിച്ചതിന്റെ പുറകിൽ ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന് കൊള്ളാവുന്ന മണവാട്ടിയായി നമ്മളെ മാറ്റണമെന്ന് അവന്റെ ആഗ്രഹം. पौलुस चाहता है कि हम उस पवित्र कुंवारी की नाई मसीह की तरह बने. എന്നാൽ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, पवित्र कलाम बता रहा है, നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് ക്രിസ്തുവിനുള്ള ഏകാഗ്രത വിട്ടുമാറി, हमारा जो मन है उसको नष्ट किए हुए. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം തെറ്റിപ്പോകുന്ന ഒരു ഹൃദയമുണ്ടോ? क्या आपके अंदर एक नष्ट हुआ मन है? നിങ്ങൾ രക്ഷിക്കപ്പെട്ട വന്ന സമയത്ത്, സ്നാനപ്പെട്ട് വന്ന സമയത്ത് കർത്താവ് മാത്രം മതിയായിരുന്നു. जब आप उद्धार पाके बपतिस्मा लेके आए तो सिर्फ मसीह था. ഞാൻ ഒരു പാരമ്പര്യ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയല്ല. मैं एक पारंपरिक बेंतिकोस परिवार में नहीं पला बड़ा. 27ാമത്തെ വയസ്സിലാണ് ഞാൻ എൻ്റെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ചത്. 27वें साल में मैंने यीशु मसीह को ग्रहण ഞാൻ किया. ഒത്തിരി പാപം ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. मैंने बहुत पाप किया हुआ था. എന്നാൽ 27ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, लेकिन 27वें साल में जब मैंने यीशु को प्रेम किया, ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്ന ഒരു തിരിച്ചറിബോധം ഉണ്ടായപ്പോൾ, जब मुझे समझ में आया कि यीशु मसीह मुझसे प्रेम करता ഞാൻ है, എൻ്റെ കർത്താവിനെ ഒത്തിരി സ്നേഹിച്ചു. तब मैंने यीशु मसीह को बहुत प्रेम किया. ആമേൻ. ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? क्या वो अनुभव आपको हुआ है? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യട്ടെ, ദൈവമക്കളെ, അകത്തളങ്ങളിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന് ആഴം എത്രയാ? मैं आपसे पूछना चाहता हूँ कि परमेश्वर का जो प्रेम है वो गहराई कितना है आपके लिए? ആമേൻ. വെറും പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല, सिर्फ परंपरा बोलने के लिए नहीं, അതിലുപരിയായി ആഴത്തിൽ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ, उससे बढ़कर गहराई में उससे प्रेम करने के ഞാൻ लिए. ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഉള്ളവനാണെന്നൊരു ബോധ്യം എന്നിൽ നിങ്ങൾ ഉണ്ടാകട്ടെ. एक समझ हमारे अंदर होने पाए कि हम वो पवित्र कुंवारी हैं. ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഉള്ളവനാണെന്നൊരു ബോധ്യം ഉണ്ടായാൽ हम मसीह की एक कुंवारी हैं. ഇനി നമ്മൾ പാപം ചെയ്യത്തില്ല. हमने पाप नहीं किया है. നമ്മുടെ മണവാളൻ പാപിയല്ല. हमारा दुल्हन पापी नहीं നമ്മുടെ है. മണവാളൻ ക്ഷയമില്ലാത്തവനാ. हमारा दुल्हन पापी नहीं है. നമ്മുടെ മണവാളൻ വാട്ടമില്ലാത്തവനാ. हमारा दुल्हन पापी नहीं है. അവനിൽ യാതൊരു പാപമില്ലെന്ന തിരുവചനം പറഞ്ഞിരിക്കുന്നത്. पवित्र कलाम बता रहा है कि उसके अंदर कोई पाप नहीं है. അങ്ങനെയാണെങ്കിൽ മണവാളന് യോജിച്ച മണവാട്ടിയായി ഞാനും നിങ്ങളും മാറുവാനിടയാകണം. ऐसा है तो हम उस दुल्हन की दुल्हन बनने पाए. മണവാളന് യോജിച്ചൊരു മണവാട്ടിയാണോ ഞാനും നീയും? हम उस दुल्हन की दुल्हन है. നിന്റെ ഹൃദയം ഇന്ന് പലതിനകത്ത് കുരുങ്ങിപ്പോയിട്ടുണ്ടോ? क्या आपका मन कई तकलीफों में झूला हुआ है? ഈ ലോകത്തിന്റെ പലതിനെ മാടി വിളിച്ചതിന്റെ ഹൃദയത്തിനകത്ത് ഒന്നാം സ്ഥാനം ക്രിസ്തുവിനേക്കാൾ ഉപരിയായി എന്തിനെങ്കിലും കൊടുത്തിട്ടുണ്ടോ? क्या आपने मसीह से भी प्रथम स्थान किसी और चीज को दिया है? അത് മനുഷ്യനായിക്കോട്ടെ, ബന്ധമായിക്കോട്ടെ, ധനമായിക്കോട്ടെ, ജോലിയായിക്കോട്ടെ, എന്തിനെങ്കിലും ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ഹൃദയം തെറ്റിപ്പോയി കുഞ്ഞേ. यदि चाहे वो धन हो, चाहे रिश्ता हो, चाहे आपकी नौकरी हो,
कुछ भी हो, अगर आपने प्रथम स्थान दिया तो वो नष्ट हुआ है। ഒന്നും മടങ്ങി വന്നാട്ടെ, आप मन फिराए, ഒന്നും മടങ്ങി വന്നാട്ടെ, आप मन फिराए, ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് ഒന്ന് മടങ്ങി വന്നാട്ടെ। मसीह को प्रथम स्थान देने पाए। ആമേൻ। ഞാൻ നിങ്ങൾ ക്രിസ്തുവിലേക്കുള്ള ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം। मैं और आप मसीह के प्रथम स्थान देने पाए। ഹല്ലേലൂയ। ഒന്ന് തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ജനം, पहला एक नष्ट हुआ एक मन, തെറ്റിപ്പോയ ഹൃദയമുള്ള ഒരു ജനവും സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല। पहला है कि खोजा हुआ मन कभी भी मसीह में नहीं गया ഇനി होगा। നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വീക്ഷിക്കണം। आप अपने आप को जांचे, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തെറ്റിപ്പോയ ഒരു അനുഭവം ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം। आप जांचे अपने मन के अंदर कि आपके अंदर आपके अंदर आप अपने आप को जांचे कि आपका मन नष्ट हुआ है। ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം। आप ये जांचे कि आपके अंदर मसीह के लिए कितना उपयोग है। ആമേൻ। ആ ഏകാഗ്രത ഇല്ലെങ്കിലും മടങ്ങി വന്നാട്ടെ। वो एकाग्रता नहीं है तो वापस आए। രണ്ടാമത് നമ്മൾ ഈ വാക്യത്തിനകത്ത് നമ്മൾ കാണുന്ന ഒരു വിഷയം दूसरा आयत में हमें बताया गया है। വായിച്ചാട്ടെ। ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു. പറയുന്നു ഹൃദയത്തെ കഠിനമാക്കിയവര്। अगला आयत बताया गया है कि मन को कठोर किए हुए। പെന്തക്കോസ്തുകാരനൊക്കെ പേരുണ്ടല്ലേ? पेंतिकोस्त का एक नाम है। ഹല്ലേലൂയ। രക്ഷിക്കപ്പെട്ടവർക്കും പെന്തക്കോസ്തുകാരനൊക്കെ പേര് നമുക്കുണ്ട്। उद्धार पाए हुए पेंतिकोस्त का एक नाम है। എന്നാൽ വചനത്തിന് മുമ്പിൽ വിറയ്ക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? क्या हमारे अंदर एक भय है कि उस वचन के आगे हम വചനം थरथराएं? കേൾക്കുമ്പോൾ അത് എന്നോടാണ് സംസാരിക്കുന്ന ഒരു ബോധ്യമുണ്ടോ? क्या आप ये समझे कि वचन जो है वो मुझसे बात कर रहा അവൻ है? എത്ര പ്രാവശ്യം വചനം കേട്ടവരാ നിങ്ങള്? आपने कितने बार उस वचन को सुना है? എല്ലാ പ്രഭാതത്തിലും വചനം കേൾക്കുന്നവരല്ലേ നിങ്ങള്? हर सुबह आप उस वचन को सुनते हैं। ആമേൻ। നിങ്ങളെ പിടിച്ചൊന്ന് തിരിച്ചിട്ട് കുലുക്കിയാൽ എത്ര ലോഡ് കണക്കിന് മെസ്സേജ് വരും പുറത്തോട്ട്। अगर आपको हिलाएंगे तो कितने तरह के वचन आएंगे। എന്നിട്ടും എന്തേ ഇന്നും ജഡത്തിൽ വസിക്കുന്നത്? लेकिन फिर भी आज भी ऐसा क्यों है आपके मन के अंदर? ഹല്ലേലൂയ। ദൈവവചനം ഇങ്ങനെ പറയുകയാണ്, पवित्र वचन इस प्रकार बता रहा है, ഹൃദയം കഠിനമാക്കിയ ഒരു കൂട്ടം ആളുകൾ, एक मन कठोर मन किए हुए लोग, ഹൃദയം കഠിനമാക്കിയവരാരും നിത്യതയിൽ പ്രവേശിക്കത്തില്ല। कठोर मन किए हुए लोग कभी भी उस स्वर्ग की ओर नहीं गए। നിങ്ങൾ പെന്തക്കോസ്തുകാരായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിത്യതയിൽ പ്രവേശിക്കത്തില്ല। आप बेंतिको से करके बोलने से कोई फायदा നിങ്ങൾ नहीं। സ്നാനപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിത്യതയിൽ പ്രവേശിപ്പിക്കത്തില്ല। आप बपतिस्मा लिए हुए इसका मतलब ये नहीं आप स्वर्ग की ओर നിങ്ങൾ जाएंगे। ദശാംശം തന്നവരായതുകൊണ്ട് നിങ്ങൾ നിത്യതയിൽ പ്രവേശിപ്പിക്കത്തില്ല। आपने दान दिया है इसका मतलब ये नहीं स्वर्ग की ओर जाएंगे। ഹൃദയം കഠിനമാക്കരുത് കേട്ടോ। आप अपना मन कठोर ना करें। ഹല്ലേലൂയ। ഹൃദയം കഠിനമാക്കരുത്। अपना मन कठोर ना करें। ഹല്ലേലൂയ। ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാ ये हमारा यीशु मसीह ऊंचाई की ओर है। ദൈവം ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമാ। हमारा यीशु ऊंचाई पर അവൻ है। ശാശ്വത വാസിയാ ദൈവമാ। वो एक शाश्वत वासी है। എന്നാൽ അവൻ എവിടെ വസിക്കുമെന്നറിയാമോ? लेकिन वो कहाँ रहता है आपको जानते हैं? വചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ഹൃദയത്തിൽ, जो अपने आप को वचन के अनुसार जीते हैं, വചനത്തിന് മുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നവരുടെ ഹൃദയത്തിൽ वचन के अनुसार अपने आप के मन को आगे बढ़ते हैं। നമുക്ക് ഒരു ഭാഗം വായിക്കാമല്ലോ? യെശയ്യാവിന്റെ പുസ്തകം ദയവായി ഒന്ന് എടുത്താട്ടെ। हम एक भाग पढ़े यशायाह की नबी की पुस्तक 57 അധ്യായം 15 വാക്യം ദയവായി ഒന്ന് വായിച്ചാട്ടെ। 57 उसका 15वां अध्याय। ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോട് കൂടെയും വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ വസിക്കും? അവൻ ഹൃദയം കഠിനമാക്കിയവരുടെ കൂട്ടത്തിലല്ല അവൻ വസിക്കുന്നത്. वो कहाँ वास करता है? कठोर के मन में नहीं। ഹൃദയം അവൻ കഠിനമാക്കിയവരുടെ കൂട്ടത്തിലല്ല അവൻ വസിക്കുന്നത്. वो कठोर के मन में नहीं वास करता। ഇവിടെ പറയുന്നു മനസ്താവവും മനോവിനയമുള്ളവരുടെ കൂടെയാണ് അവൻ വസിക്കുന്നത്. यहाँ बता रहा है जो खेदित और नम्र हैं। വചനം കേട്ടിട്ടും ഒരു മനസ്താപം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ? वचन सुनने के बावजूद क्या आपके अंदर नम्रता है? അതോ കുറച്ചുകൂടെ ഹൃദയം കഠിനമാക്കിക്കൊണ്ടാണ് നിങ്ങൾ പോകുന്നത്? या अपने मन को और कठोर करके जा रहे हैं? നിങ്ങൾ ഇന്നും മുഖം കറുപ്പിച്ചാണോ നിങ്ങളുടെ കൂട്ടുസാധനോട് ഇരിക്കുന്നത്? क्या आप अपने भाइयों से अभी भी मुँह छुपा के जा रहे हैं? മനസ്സ് തുറന്ന് കരം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? क्या मन खोलकर अपने भाइयों बहनों को हाथ दे पा रहे हैं? കൂട്ടുസഹോദരന്റെ പ്രാർത്ഥനാ വിഷയം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ? एक दूसरे की प्रार्थना को अपना प्रार्थना समझ के कबूल कर रहे അവർക്കൊക്കെ हैं? വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ വിലക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടോ? उस प्रार्थना को करने के लिए क्या हमारे अंदर एक हमारे मन को पीछे कर रहे हैं? ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. मैं आपसे एक बताना चाहता हूँ। അവൻ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. गलातियों की पत्री 6वां अध्याय इस प्रकार बता रहा है, തമ്മിൽ ഭാരങ്ങളെ ചുമക്കുവാനാ സ്വർഗ്ഗം നമ്മളെ വിളിച്ചതെന്ന് തിരുവചനം പറയുന്നത്. एक दूसरे के बोझ को उठाने के लिए यीशु कह रहा है। തമ്മിൽ ഭാരം നീ ചുമക്കാറുണ്ടോ?
क्या आप एक दूसरे के बोझ को उठा रहे हैं? പ്രാർത്ഥനയിലെങ്കിലും ഒരു കൈ സഹായം നീ ആമേൻ നിന്റെ കൂട്ടു സഹോദരനും കൂട്ടു സഹോദരിക്ക് ചെയ്യാറുണ്ടോ? क्या प्रार्थना में अपने भाई बहनों के लिए एक हाथ दे पा रहे हैं? ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, क्या यदि आप आत्मिक रीति से प्रार्थना नहीं कर पा रहे हैं, ആത്മീയരെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും आत्मिक नाम है तो भी നീ ആത്മീയനല്ല, आप आत्मिक नहीं है, നീ ജഡികനാ, आप शारीरिक हैं, നീ ജഡികനാ. आप शारीरिक हैं। ആമാൻ ഇവിടെ വന്ന് ആരാധിച്ചോടുന്ന കാര്യമില്ല കേട്ടോ. यहाँ पे आके आराधना करने से फायदा नहीं। ഹൃദയം കഠിനമാക്കി പോയാൽ अगर आपका मन कठोर हुआ तो ജീവിതത്തിൽ ഒരിക്കലും നന്മ അനുഭവിക്കത്തില്ല. जीवन में कभी भी आशीष नहीं पाएंगे। ഈ ലോകത്തെ ചിലതൊക്കെ നീ പ്രാപിച്ചെന്നിരിക്കും, आप संसार की रीति से आशीष पा सकते हैं, എന്നാൽ ഈ ലോകത്തിലെ നന്മയല്ല വലുത്, ദൈവം നൽകുന്ന നന്മയാണ് ഏറ്റവും വലുത്. लेकिन ये संसार का आशीष नहीं बल्कि परमेश्वर का आशीष है। ഹല്ലേലൂയ, ആമേൻ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഹൃദയത്തെ കഠിനമാക്കുന്ന അനുഭവങ്ങൾ. हमारा मन कठोर ना होने पाए। പെന്തക്കോസ്തുകാരാ, വാത്സല്യ പെന്തക്കോസ്തുകാരി, हे पेंतिकोस भाई बहनों, നീ ഹൃദയത്തെ കഠിനമാക്കുന്നുണ്ടോ? क्या आप अपने मन को कठोर कर रहे हैं? ദൈവവചനം കേട്ടിട്ട് ഈ നാളുകളിൽ ഒരു പ്രാവശ്യമെങ്കിലും നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചിട്ടുണ്ടോ? इस वचन को सुनने के बावजूद क्या आपकी आंखों में से आंसू आ रहे हैं? ഹല്ലേലൂയ. നിന്റെ കർത്താവിനെ കുറിച്ച് ഓർക്കുന്ന, കർത്താവിന്റെ മേശ ആചരിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഹൃദയം പൊടിഞ്ഞ് വീണിട്ടുണ്ടോ? उस प्रभु बोझ को लेते वक्त क्या आपकी आंखों में से आंसू आ रहे हैं? എവിടാ നിന്റെ ഹൃദയം കഠിനമായി പോയത്? कहाँ आपका मन कठोर हुआ है? എവിടെയാ നിനക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോകുന്നത്? कहाँ आपका ध्यान नहीं गया? നീ മനസ്സിലാക്കുന്നുണ്ടോ ഇതൊക്കെ നിന്റെ നിത്യതയെ തടയുമെന്ന്? आप क्या आप समझ रहे हैं कि आप उस नित्यता को आगे നീ रोक സ്വസ്ഥതയിൽ रहा है? പ്രവേശിക്കുന്നതിനെ തടയുന്ന മണ്ഡലമായി ഇതൊക്കെ. उस विश्राम की ओर प्रवेश करने से रोक रहा है। ഹല്ലേലൂയ. അവയെ നമുക്ക് വിട്ടുമാറാം. उन सब को छोड़े। ഇനി നമ്മൾ വായിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യമാണ്. अभी हम पढ़ रहे हैं उस तीसरे अध्याय का लास्ट आयत। എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ. അടുത്ത വാക്യം പറയുന്നത് അനുസരണം കെട്ടവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. अगला आयत बता रहा है कि उनसे जिन्होंने आज्ञा ना मानी। ദൈവത്തിന്റെ വൈദ്യരെ ഇന്ന് പകൽക്കാലം ഒന്ന് ശ്രദ്ധിച്ചേ. आप कृपया ध्यान दीजिए। ഞാൻ നിങ്ങൾ എത്രമാത്രം അനുസരണമുള്ളവരാ? അനുസരണമുള്ളവരാ? അനുസരണം. हम लोग कितने आज्ञा का पालन करने वाले हैं? നമുക്ക് അനുസരണത്തിൽ തികവുണ്ടോ? क्या हम आज्ञा का पालन करने वाले हैं? നിങ്ങൾ ഇങ്ങോട്ട് ദയവായി ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന അല്പസമയം കൂടെ ഞാൻ എടുക്കത്തുള്ളൂ. मैं थोड़ा सा और ध्यान आपका चाहता हूँ। ഹല്ലേലൂയ. അനുസരണത്തിൽ നമുക്ക് തികവില്ല എങ്കിൽ, यदि हम आज्ञा का पालन नहीं करते हैं तो ഹല്ലേലൂയ, നാം ഭയപ്പെടേണ്ട ചില വസ്തുതയാണ്. അനുസരണം കെട്ടവർക്ക് നിത്യത നഷ്ടമായി പോകും. तो हमें डरना चाहिए कि जो हम आज्ञा नहीं पालन कर रहे हैं उस स्वर्ग की ओर नहीं जा पाएंगे। നിങ്ങൾ കർത്താവിനെ അനുസരിക്കണം. आप प्रभु को आज्ञा माने। നിങ്ങളെ നടത്തുന്ന നടത്തിപ്പുകാരെ അനുസരിക്കണം. आपको चलाने वाले उस कर्ता को ध्यान दीजिए। നിങ്ങൾ എവിടെയൊക്കെ കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. जहाँ परमेश्वर चाहता है कि आप अधीन रहे उन सब के अधीन रहे। ഭാര്യ കുടുംബത്തിനകത്ത് ഭർത്താവിനെ അനുസരിക്കണം. पत्नी जो है पति को आज्ञा माने। മക്കൾ സ്തോത്രം മാതാപിതാക്കന്മാരെ അനുസരിക്കണം. बच्चे माता पिता को आज्ञा माने। വിശ്വാസികൾ സഭയിൽ സഭയുടെ നടത്തിപ്പുകാരെ അനുസരിക്കണം. विश्वासी जन जो कलीसिया चलाने वाले सेवक का आज्ञा माने। സഭയുടെ നടത്തിപ്പുകാരനും വിശ്വാസി ദൈവത്തെ അനുസരിക്കണം. जो यीशु मसीह है उसको आज्ञा माने। ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ വ്യവസ്ഥ ഇതാകുന്നു. परमेश्वर की आशीष की व्यवस्था ये है। ദൈവം വ്യവസ്ഥ വിട്ട് അനുഗ്രഹിക്കുന്നവനല്ല. परमेश्वर जो है उस व्यवस्था को हटके ദൈവം नहीं आगे बढ़ने। വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവനാ. यीशु मसीह व्यवस्था के अंदर रहने वाला है। ഇവിടെ 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് അനുസരണക്കേട് നിമിത്തം സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞിരിക്കുന്നത്. यहाँ तीसरा अध्याय उसका आखिरी भाग ये कह रहा है कि हमने आज्ञा नहीं मानी इसलिए हम विश्राम में नहीं पाए। ആമേൻ. 3-ാം അധ്യായത്തിൽ മാത്രമല്ല 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴും 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലും വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്. उसका चौथा अध्याय उसका 6वां आयत में भी यही बताया गया है। ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഇടം സൃഷ്ടിച്ചിരിക്കാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുക എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. तो जब ये बात बाकी है कि कितने और हैं जो उस विश्राम में प्रवेश करे और जिन्हें उसका सुसमाचार पहले सुनाया गया उन्होंने आज्ञा ना मानने के कारण उसमें प्रवेश ना किया। ആമേൻ. സദ്വർത്തമാനം കേട്ടവരാ, उस वचन को सुने हुए लोग हैं, സുവിശേഷം കേട്ടവരാ, वचन को सुने हुए लोग हैं, എന്നിട്ടും फिर भी അനുസരണക്കേട് കൊണ്ട് അതിനകത്ത് പ്രവേശിച്ചില്ലെന്ന്. आज्ञा ना मानने की वजह से प्रवेश नहीं कर पाए। പ്രൈസ് ദി ലോർഡ്. आमीन। എന്നാണെങ്കിൽ ഞാൻ നിങ്ങൾ ഭയത്തോടെ ഇരിക്കണം കേട്ടോ. ऐसा है तो मैं और आप डर के साथ रहें। ഹല്ലേലൂയ. ഹല്ലേലൂയ. हालेलुया। അനുസരണക്കേട് നമ്മൾ ഉണ്ടാകരുത്. आज्ञा का पालन करने वाले होने पाए। എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് इब्रानी के पत्र हम पढ़ते वक्त 5-ാം അധ്യായം 8-9 വാക്യങ്ങൾ. 5वां अध्याय 8वां 9वां आयत। എബ്രായ ലേഖനം പുത്രനെങ്കിലും പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. Praise the Lord.
और पुत्र होने पर भी उसने दुख उठा उठाकर आज्ञा मानने सीखी और सिद्ध बनकर अपने सब आज्ञा मानने वालों के लिए सदा काल के उद्धार का कारण हो गया. കർത്താവിന്റെ ശിഷ്യരാ ഞാനും നിങ്ങളും ഇല്ലേ? मैं और आप परमेश्वर के चेले हैं. ഹല്ലേലൂയ. കർത്താവിന്റെ ശിഷ്യരോട് കർത്താവ് എന്തോ പറഞ്ഞത്? परमेश्वर के चेले से परमेश्वर ने क्या बोला? ഗുരുവിനെ പോലെ ശിഷ്യനാകുന്ന മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. എന്നെ ശ്രദ്ധിക്കുക. ഇവിടെ മറ്റു ബിസിനസ് ഒന്നും വേണ്ട, എന്നെ ശ്രദ്ധിക്കുക. ആമേൻ. എന്താ പറഞ്ഞത്? क्या बोला गया है? ഗുരുവിനെ പോലെ ശിഷ്യനാകുന്നത് മതി എന്നാ പറഞ്ഞത്. गुरु की तरह चेला होने पाए. അപ്പോൾ നമ്മൾ ആരെ പോലെ ആകണം? तो हम किसकी तरह होना चाहिए? നമ്മുടെ നല്ല ഗുരുവായ ക്രിസ്തുവിനെ പോലെ हमारे अच्छे गुरु की तरह. ഇവിടെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എബ്രായലേഖനം 5:8-9 വാക്യം പറയുന്നത്. यहाँ इब्रानियों की पत्री 5 अध्याय 8-9 आयत में बताया गया है. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച നോക്കണം, ഒഴിഞ്ഞിരിക്കുവാൻ ഒത്തിരി അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയേക്കാതെ, പ്രൈസ് ദി ലോർഡ്, ക്രൂശുമരണം വഹിക്കാതെ ഒഴിഞ്ഞിരിക്കുവാൻ ഒത്തിരി അവസരങ്ങളും അധികാരങ്ങളും ഉണ്ടായിട്ടും പുത്രൻ എപ്പോഴും പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. कई प्रकार की तकलीफें परेशानी आई, लेकिन फिर भी पुत्र जो है यीशु मसीह के अधीन रहा. അവൻ ഇവിടെ പറയാണ് പുത്രനെങ്കിലും. यहाँ बताया गया पुत्र भी അനുസരണം. പഠിച്ചേ, വായിച്ചോ. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. അപ്പൊ നമ്മൾ കഷ്ടങ്ങളിലേക്ക് പോകുമ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? तो हम कष्ट की ओर जाते हम क्या सीखते हैं? നാം ദൈവത്തെ അനുസരിക്കാൻ പഠിക്കുക. तो हम सीखते हैं कि परमेश्वर की आज्ञा को पालन करना. हमें കഷ്ടത നമ്മെ ദൈവത്തെ അനുസരിപ്പിക്കാൻ പഠിപ്പിക്കും. जो दुख है वो परमेश्वर की आज्ञा का पालन करना सिखा रहा है. 119 സങ്കീർത്തനത്തിൽ സങ്കീർത്തന രചയിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്. 119 भजन संगीता में भजनकार बता रहा है, ദൈവം നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് തുടയെന്നാ പറഞ്ഞിരിക്കുന്നത്. उसकी स्थिति को जानने के लिए कष्टता की ओर आगे बढ़ रहे हैं. ആമേൻ. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ, मैं परमेश्वर के सामने घुटने टेकते हुए എന്റെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങൾ ഇടയാക്കി തീർക്കുമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ മരുഭൂമിയുടെ അനുഭവങ്ങൾ, हमारे जीवन की मरुभूमि की अवस्था में, ആമേൻ, സ്തോത്രം, കഷ്ടതയിലൂടെ നമ്മെ തികഞ്ഞവരാക്കുവാൻ വേണ്ടിയാകുന്നു. कष्ट से भी बढ़कर आगे बढ़ा रहा है. ഇവിടെ പറയുന്നു പുത്രനെങ്കിലും. यहाँ बता रहा है पुत्र भी, ആമേൻ, സ്തോത്രം, അനുസരണം പഠിച്ചത് दुख उठाकर കഷ്ടങ്ങളിലൂടെയാണ് തിരുവചനം പറയല്ലേ? വായിച്ചു നോക്കുക. അങ്ങനെയാണോ? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. यहाँ बताया गया है उसने दुख उठाकर आज्ञा मानने सीखी. കഷ്ടതകൾ നമുക്ക് ദൈവത്തോട് മറുത്തു നിൽക്കാനുള്ളതല്ല. कष्ट जो है वो परमेश्वर के खिलाफ खड़े होने के लिए नहीं. നമ്മൾ പ്രാർത്ഥിച്ചിട്ടും ചിലത് നമുക്ക് ലഭിച്ചില്ല എന്നതുകൊണ്ട് ദൈവത്തോട് പിറുപിറുക്കാനുള്ളതല്ല. हमने प्रार्थना किया उसका उत्तर नहीं मिला, उसका मरमराने के लिए नहीं. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പിന്നെ വെളിപ്പെടുവാൻ വേണ്ടിയാണ് കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നത്. परमेश्वर के लिए और आगे बढ़ने के लिए ऐसा कह रहा है. കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയ, कनान देश जो है, ഒരു കനാൻ ദേശം ഒറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ നോക്കി കാണാൻ പോയ, देखे जाए लोग 12 പേരിൽ 12 लोग, 10 പേര്, 10 लोग സ്തോത്രം എവിടെ മോശയുടെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, मूसा के पास जाके कह रहे हैं ഞങ്ങൾക്കത് കിട്ടത്തില്ല കേട്ടോ, मुझे नहीं मिलेगा, ഞങ്ങൾക്കത് കിട്ടത്തില്ല, मुझे नहीं मिलेगा. ഹല്ലേലൂയ. അത് അവർ ഞങ്ങളൊക്കെ ശക്തരാ, वो मुझसे बड़ा शक्तिशाली है. ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പറയാറുണ്ടോ എനിക്കതൊന്നും കിട്ടത്തില്ല? क्या आप ऐसे कहते इंटरव्यू करने का कि वो मुझे नहीं मिलेगा? എന്നൊക്കെ വിദ്യാഭ്യാസമുള്ള ഒത്തിരി പേര് അവിടെ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നു. मुझसे पढ़े लिखे लोग वहां पे थे. നിങ്ങൾ രോഗത്തിന്റെ അനുഭവത്തിൽ നടുവിൽ നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയാറുണ്ടോ, ഓ ഈ രോഗമൊന്നും സൗഖ്യമാകത്തില്ല, പ്രൈസ് ഒത്തിരി കാലമായി ഞാൻ രോഗമായി നിൽക്കുന്ന വ്യക്തിയാണ്. जब आप डॉक्टर के पास जाते हैं तो वहां से आते हो आप बोलते हैं कि मेरा ये रोग कभी खत्म नहीं, बहुत सालों से है. ഞാൻ എത്ര ഡോക്ടർമാരെ കണ്ട ഈ ഡോക്ടറിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റുമോ? मैंने कितने डॉक्टरों को देखा, क्या ये डॉक्टर ठीक कर सकता है? നമ്മൾ പലപ്പോഴും നമ്മുടെ അതരം തുറന്ന് ഇങ്ങനെയൊക്കെ പറയാറുള്ളവരാ. हम कई बार अपनी जुबान से बोलते हैं. എന്റെ കുഞ്ഞേ, ഇത് പകൽക്കാലം നീ ഒരു കാര്യം മനസ്സിലാക്കണം. मेरे प्रिय भाई बहन, आप ये बात को समझे. അതരം തുറന്ന് പറയണം, എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് പറയണം. आप अपनी जुबान से बोले कि मेरे परमेश्वर के लिए कुछ भी असंभव नहीं है. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, यहाँ बता रहे हैं, ആമേൻ, ഹല്ലേലൂയ, കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനാ എന്ന് പറഞ്ഞു. दुख उठाकर आज्ञा माने हुआ पुत्र है. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ऐसा है तो कई प्रकार के कष्ट से आप जूझ रहे हैं, तो ഹല്ലേലൂയ, അത് നിങ്ങളെ തികഞ്ഞവരാക്കി മാറ്റുവാൻ വേണ്ടിയാണ്. वो आपको आगे बढ़ाने के लिए है. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന തികവിലേക്ക് നിങ്ങൾ എത്തുവാൻ വേണ്ടിയാണ്. परमेश्वर चाहता है कि आप आगे बढ़ें. ദൈവം ആഗ്രഹിക്കുന്ന തികവിലേക്ക് നിങ്ങളെ എത്തിക്കുവാൻ വേണ്ടി. परमेश्वर चाहते हैं कि आप आगे बढ़ें. കഷ്ടതയുടെ അനുഭവങ്ങൾ വന്നാൽ चाहे आप कष्ट के अनुभव में आए, സന്തോഷത്തോടെ അതിനെ സ്തോത്രം ചെയ്ത് അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ. खुशी के साथ स्तुति
स्तुति करने ഈ पाए। 10 പേരും ദൈവസന്നിധിയിൽ അവൻ പറഞ്ഞു ഞങ്ങളെ കൊണ്ടത് കഴിയത്തില്ലെന്ന് ये പറഞ്ഞു. 10 लोगों ने उन्होंने बोला कि मुझसे नहीं होगा। അനന്തരഫലം എന്താ നിങ്ങൾക്ക് അറിയാമോ? उसका फल क्या आपको मालूम है? ദൈവം തമ്പുരാൻ ഇങ്ങനെ പറയുകയാണ്, परमेश्वर ऐसा कह रहा है, നിങ്ങൾ 40 ദിവസം എടുത്തല്ലയോ നിങ്ങൾ ദേശം ഒറ്റ നോക്കാൻ പോയത്. तुमने 40 इस देश को छोड़ा। അതുകൊണ്ട് നിങ്ങളുടെ നന്മയും इसके लिए तुम्हारा आशीष ഒരു ദിവസത്തിന് ഒരു വർഷം എന്ന വണ്ണം एक दिन से भी ज्यादा 1 साल तक होगा। 40 വർഷം നിങ്ങൾ ഇവിടെ ചുറ്റാൻ പോവുകയാന്ന് പറഞ്ഞു. 40 साल आप यहाँ पे घूमने वाले हैं। അവിശ്വാസത്തിന്റെ വാക്ക് നീ പറയല്ലേ കേട്ടോ. अविश्वास की बात कभी ना बोले। കഷ്ടതയുടെ നടുവിലൂടെ നടക്കുമ്പോൾ നീ അവിശ്വാസത്തിന്റെ വാക്ക് പറയരുത്. जब कष्ट में रहते हो अविश्वास की बात നീ ना बोले। കഷ്ടതയുടെ നടുവിൽ തികവിന്റെ വാക്ക് പറഞ്ഞാട്ട് कष्ट में जाते वक्त अच्छी बातें बोले। ഇത് പകൽക്കാലം കഷ്ടതയുടെ നടുവിൽ തികവിന്റെ വാക്ക് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? क्या आप कष्ट में जाते वक्त भी विश्वास की बातें बोल सकते हैं? ഇവിടെ എബ്രായ ലേഖനം ഹല്ലേലൂയ 5-ാമത്തെ 8-ാമത്തെ വാക്യം 9-ാമത്തെ വാക്യം പറയുകയാണ്, यहाँ इब्रानी के प्रति 5वां अध्याय 9वां आयत बता रहे हैं, ആമേൻ, കഷ്ടങ്ങളിൽ അവൻ അനുസരണം പഠിച്ച് തികഞ്ഞവനായെന്ന് പറഞ്ഞിരിക്കുന്നത്. दुख उठाकर आज्ञा मानना सीखा है। അടുത്ത വാക്യം പറയുന്നത് ശ്രദ്ധയോടെ കേൾട്ടാട്ടെ. തന്നെ അനുസരിക്കുന്ന ഏവർക്കും തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. ആർക്കാണ്? തന്നെ കർത്താവിനെ അനുസരിക്കുന്നവർക്ക്. अगला आयत बताया गया है, अपने सब आज्ञा मानने वालों के लिए सदा काल के उद्धार का कारण हो गया। അനുസരണ കേടുകൊണ്ട് നടന്നാൽ നീ അനുഗ്രഹിക്കപ്പെടത്തില്ല. अगर आप आज्ञा नहीं माने तो नहीं आगे बढ़ അനുസരണ सकते। ഇച്ചിരി അനുസരണക്കേടൊക്കെ കൈവച്ചോണ്ടിരുന്നാൽ ഇതൊക്കെ എല്ലാവരും ക്ഷമിക്കുന്നല്ലോ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ക്ഷമിക്കും, പക്ഷെ കർത്താവ് ക്ഷമിക്കത്തില്ല. मनुष्य जो है इस आपके जो इन बातों को क्षमा कर सकता है, लेकिन परमेश्वर नहीं करेगा। അനുസരണ കേട് നാം നിന്റെ ജീവിതത്തിൽ മാറ്റിക്കളയണം. आज्ञा का जो पालन है वो करने पाए। പ്രിയ വിശ്വാസിയെ ഞാൻ നിന്നോട് പറയട്ടെ, प्रिय विश्वासी मैं बोलना चाहता हूँ, ദൈവിക സ്വസ്ഥതയിലേക്ക് നീ പ്രവേശിക്കണമെങ്കിൽ, अगर आप उस विश्राम की ओर आगे बढ़ना चाहते हैं, സ്വർഗീയ കനാനിൽ നീ പ്രവേശിക്കണമെങ്കിൽ, उस स्वर्गीय कनान की ओर आगे बढ़ना चाहते हैं, നിന്റെ ജീവിതത്തിനകത്തുനിന്ന് അനുസരണക്കേട് പൂർണ്ണമായി अपने മാറ്റിക്കളഞ്ഞാൽ जीवन से जो है वो उस आज्ञा को पालन करने पाए। അടുത്ത വിഷയത്തിൽ നമ്മൾ വരികയാണ്. आगे के आयत में बताना चाहते हैं, എബ്രായ ലേഖനം 3-ാം അധ്യായം അവസാന വാക്യം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കാം. इब्रानियों 3 अध्याय आखिरी भाग, എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അടുത്ത കാര്യം പറയുന്ന അവിശ്വാസം നിമിത്തം അവർ പ്രവേശിച്ചില്ല എന്താകുന്നു? आगे का आयत बताया कि वे अविश्वास के कारण प्रवेश ना कर सके। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിശ്വാസം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അവിശ്വാസത്തിന്റെ തലം എത്രമാത്രമുണ്ട്? आपके मन के अंदर कितना अविश्वास है? തിരുവചനത്തിൽ ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമോ? पवित्र कलाम ऐसे बता रहा है, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്നാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. अविश्वास वाला दुष्ट मन बता रहा है। അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, यदि हमारे मन के अंदर अविश्वास है तो ദൈവവചനം നമ്മൾ വിളിച്ചിരിക്കുന്നത് ദുഷ്ടഹൃദയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. प्रभु का वचन कह रहा है कि दुष्ट मन। നമ്മൾ ഈ മെസ്സേജിനകത്ത് 2 ഹൃദയത്തെ കുറിച്ച് കേട്ടില്ലേ? इस वचन में हमने 2 मन के बारे में पढ़ा, ഒന്ന് തെറ്റിപ്പോകുന്ന ഹൃദയമെന്നും एक जो नष्ट हुआ हुआ मन, രണ്ടാമത് നമ്മൾ വായിക്കാൻ പോകുന്നത് ദുഷ്ടഹൃദയമെന്നും തിരുവചനത്തിൽ കാണുന്നുണ്ട്. दूसरा हम के पढ़ रहे हैं दुष्ट वाला मन। നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദയവായി ഒന്ന് വായിക്കുക. അതുകൊണ്ട് 12-ാമത്തെ വാക്യം, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ഹൃദയം വന്നാൽ എന്താ കാര്യം ചെയ്യുന്നത്? अगर अविश्वास वाला मन हुआ तो क्या करेंगे? ഒന്ന് പറഞ്ഞ്, നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം വന്നാൽ എന്ത് സംഭവിക്കും? अगर अविश्वास वाला मन हुआ तो क्या होगा? ദൈവത്തെ ത്യജിക്കും. परमेश्वर को त्यागेंगे। ദൈവം ഒന്നുമില്ല. परमेश्वर कुछ नहीं। ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ലയോ? अगर परमेश्वर तो क्या मेरी प्रार्थना नहीं सुनता? ഈ ദൈവത്തെ സേവിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. इस प्रभु की सेवा करके कोई फायदा नहीं। ആമേൻ, സ്തോത്രം. ഈ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഒന്നുമല്ല. ये प्रभु मेरी प्रार्थना सुनने वाला नहीं है। നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? क्या आप एक बात जानते हैं? ഹല്ലേലൂയ, സ്തോത്രം. ആരാണ് ദൈവം ഇല്ലെന്ന് പറയുന്നതെന്ന് അറിയാമോ? कौन है जो यीशु नहीं है बोलते हैं? ദൈവം ഇല്ലെന്ന് ഹല്ലേലൂയ മൂഢന്റെ ഹൃദയത്തിൽ പറയുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. मूर्ख बोलता है कि यीशु नहीं है। ആമേൻ. ഒരു കാലത്ത് മൂഢൻ ഹൃദയത്തിലാണ് പറഞ്ഞതെങ്കിൽ एक समय में मूर्ख ने बोला, अपने मन में बोला यीशु नहीं ഇന്ന് है। മൂഢന്മാർ പരസ്യമായി ഇന്റർനെറ്റിലൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവം ഇല്ലെന്ന്. आज के दौर पे इंटरनेट के थ्रू बता रहा है कि यीशु नहीं है। ആമേൻ. അവരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇന്ന് പല വിശ്വാസികളും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. उनके वीडियोस को देख के कई विश्वासी लोग पीछे हट गए हैं। എന്നാൽ അവരുടെ നടുവിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കുവാൻ, लेकिन उनके बीच में जो बुद्धिमान लोग अब आगे बढ़े, സ്വർഗ്ഗം ദൈവത്തിൽ നിന്ന് സ്വർഗ്ഗത്തിൽ ദൈവം നോക്കുമ്പോൾ, जब स्वर्ग की ओर प्रभु देखते वक्त ഞാനും നിങ്ങളും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരാണോ? मैं और आप बुद्धिमान होने पाए। ഇവിടെ ഇങ്ങനെ പറയുകയാണ്, यहाँ इस प्रकार बताया गया है, വായിച്ച വാക്യം ഒന്നുകൂടെ ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവിടെ പറയുന്നത് നമ്മൾ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം
अविश्वास वाला दुष्ट मन അത് ദൈവത്തെ നിരസിക്കുന്നെന്നാ പറഞ്ഞിരിക്കുന്നത്. वो परमेश्वर को रूठा रहा है. ദൈവത്തെ നിരസിക്കുന്ന ഒരു ഹൃദയം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? क्या आपके अंदर रूठने वाला मन है? നിങ്ങൾ നിരസിക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വസ്ഥതയിൽ പ്രവേശിക്കത്തില്ല. अगर आपके मन के अंदर रूठने वाला मन है तो आप विश्राम की ओर नहीं जा पाएंगे. നാം പ്രവേശിക്കണമെങ്കിൽ, अनंत काल की ओर आगे बढ़ना है तो നാം ഇവയെ വിട്ടുമാറണം. इन सब से हटना है. അത് ഇന്നാണ് അതിന്റെ അവസരം. आज है उसका आखिरी दिन. ഈ വചനം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ സന്ദർഭം. ये वचन जब आपसे बात करते वक्त है, തിരുവചനം ഇങ്ങനെ പറയുകയാണ്. पवित्र वचन इस प्रकार बता रहा है. എബ്രായ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. इब्रानियों 3 अध्याय 7वां आयत. എബ്രായ ലേഖനം 3-ാം അധ്യായം ഹല്ലേലൂയ അതിൽ 15-ാമത്തെ വാക്യം. इब्रानियों 3 15 आयत. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അതിന്റെ 7-ാമത്തെ വാക്യം. इब्रानियों 4 अध्याय 7वां आयत. അവിടെ എല്ലാം പറയുന്നത് ഇന്നാകുന്ന സുപ്രസാദ കാലമെന്നാ इन सब പറഞ്ഞിരിക്കുന്നത്. में बताया कि आज का दिन है. നാളെ ഞാൻ മനസ്സന്തരപ്പെടാവുന്ന നാളെ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? कल मैं मन फिराऊंगा, क्या आप सोच रहे हैं? ആമേൻ. നാളെയല്ല കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ അവസരം ഇന്നാണ്, ഈ നിമിഷമാണ്. कल का दिन नहीं, आज का दिन है. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാണ് ആമേൻ എബ്രായ ലേഖനം 3-ാം അധ്യായം 7-ാം വാക്യം ആരംഭിക്കുന്നത്. पवित्र आत्मा इस प्रकार बता रहेगा कि इब्रानियों अध्याय उसका 3 आयत 7वां आयत बता रहा है. 3-ാം അധ്യായം 7-ാം വാക്യം ആരംഭിക്കുന്നത് ഇന്ന് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 अध्याय 7वां इस प्रकार कह रहा है आज का दिन. 15-ാമത്തെ വാക്യം ഇന്ന് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 15वां आयत आज का दिन. 4-ാം അധ്യായം ആമേൻ സ്തോത്രം അതിൽ 7-ാമത്തെ വാക്യവും ഇന്ന് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 अध्याय 7वां भी आज का दिन बोल रहा ഇന്ന് है. സന്ദേശം ശ്രവിക്കുന്ന പ്രിയ സഹോദര आज के दिन സഹോദരി, मेरी आवाज को सुनने वाले प्रियो, ദൈവവചനം നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, यदि आप ये वचन आपसे बात किया है तो, ഇന്ന് ഈ നിമിഷം മനസ്സന്തരപ്പെടാൻ തയ്യാറുണ്ടോ? यदि आप आज के दिन मन फिराना चाहते हैं तो, പലപ്പോഴും കർത്താവേ ഞാൻ തെറ്റിപ്പോയിട്ടുള്ളത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? कई बार यीशु मसीह में आपसे पीछे हटाओ. നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് ആഴത്തിൽ അവർ ഏറ്റുപറച്ചിലുണ്ടാകുന്നെങ്കിൽ, अपने मन से अगर आप बात करेंगे तो, നിങ്ങളുടെ ഹൃദയത്തിനകത്തുനിന്ന് ആഴത്തിൽ ഒരു ഏറ്റുപറച്ചിൽ ഉണ്ടാകുന്നെങ്കിൽ, यदि आप अपने मन में गहराई से बात करेंगे ഒരു तो, മനസ്താപം ഉണ്ടാകുന്നെങ്കിൽ, अगर एक मन फिराव है तो, മനോവിനയമുള്ളവരുടെ കൂടെയും, मन के अधीन रहे तो, ആമേൻ, नम्र रहे तो, മനസ്താപമുള്ളവരുടെ കൂടെയും नम्र मन वाले के अंदर भी കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കുക. प्रभु हमेशा साथ है. അവർ കർത്താവിനോട് കൂടെ സ്വസ്ഥതയിൽ പ്രവേശിക്കും. वो हमेशा विश्राम की ओर आगे बढ़ेंगे. വായിച്ച കുറിവാക്യത്തിൽ മടങ്ങി വന്നാട്ടെ. अब पढ़े हुए आयत में हम दोबारा आए. 4-ാമത്തെ അധ്യായം 11-ാമത്തെ അതുകൊണ്ട് ആരും മനസ്സന്നക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. വീഴാതിരിക്കാൻ സൂക്ഷിച്ചോണം കേട്ടോ. വീഴാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒന്ന് തെറ്റിപ്പോകുന്ന ഹൃദയം, पहला नष्ट हुआ हुआ मन. ഹല്ലേലൂയ. പിന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞേ? കഠിന ഹൃദയം, തെറ്റിപ്പോകുന്ന ഹൃദയം, പിന്നെ दुष्ट मन. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको आशीषित करे. ആമേൻ. ഹല്ലേലൂയ. കേട്ടത് നിങ്ങൾ ശ്രദ്ധയോടെ കൈക്കൊണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. जो आपने सुना, आपने ध्यान पूर्वक सुना, मैं विश्वास करता हूँ. ഇല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ പറഞ്ഞ ഒരു വാക്ക് മാത്രം ഉദ്ധരിച്ച് നിർത്തട്ടെ. लेकिन इब्राहिम में जो बोला है, मैं एक बात बोलना चाहता हूँ. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്. 2 अध्याय पहला आयत इस प्रकार बता रहा है. അതുകൊണ്ട് കേട്ടത് അധികം ശ്രദ്ധയോട് കൈക്കൊണ്ട, इसलिए जो आपने सुना उसको ध्यान से, നീ വല്ലപ്പോഴും ഒഴുകി പോകത്തില്ല. आप बहक कर उनसे दूर चले नहीं ഇന്ന് जाएंगे. പകൽക്കാലം ഇവിടെ നിങ്ങളോട് സംസാരിച്ച നിങ്ങൾ കേട്ട ദൈവ ശബ്ദത്തിന് മുമ്പിൽ उस प्रभु की आवाज को सुने हुए आप लोग ജീവിതത്തിന്റെ പാപങ്ങളെ വിട്ടുമാറി, उस पाप को हट के, അവൻ തെറ്റിപ്പോയ ഹൃദയത്തെ വിട്ടുമാറി, उस नष्ट हुए मन को हटकर, അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയത്തെ വിട്ടുമാറി, अविश्वास वाले दुष्ट मन से हटकर, നമ്മൾ ദൈവസന്നിധിയിൽ പരമാർത്ഥതയോടെ നിൽക്കാനിടയാക്കുന്നെങ്കിൽ, अगर हम प्रभु के सामने अपने आप को सौंपेंगे तो മത്സരമുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയാനിടയാക്കുന്നെങ്കിൽ एक कॉम्पिटिटिव हमारा मन ना होने पाए. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. परमेश्वर हमें आशीषित करे. ഒരു കാര്യം കൊണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, മത്സരികൾ എന്ന ഒരു വാക്കുണ്ട് കേട്ടോ. അത് നിങ്ങൾ മറന്നുപോരുത്. ഞാൻ ആ വിഷയം എടുക്കാൻ പറ്റിയില്ല. മത്സരം, സ്തോത്രം. മത്സരം നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവസഭയ്ക്കകത്ത് ഒരു വ്യക്തിക്കകത്ത് പോലും മത്സരം ഉണ്ടാകരുത്. एक बात बताना भूल गए कि एक कॉम्पिटिटिव मन हमारे अंदर नहीं होना चाहिए. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ നടക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കും നിങ്ങൾ തമ്മിൽ മത്സരിക്കേണ്ട. നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നറുക്ക് വീഴും. मैं ये नहीं कह रहा हूँ कि आप कभी भी कॉम्पिटिट ना कर रहे. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു തരത്തിലും ദൈവമക്കൾക്കിടയിൽ മത്സരം ഉണ്ടാകരുത്. किसी भी तरह से भाई बहनों के अंदर कॉम्पिटिटिव ना होने കുടുംബങ്ങൾ पाए. തമ്മിലോ വ്യക്തികൾ തമ്മിലോ മത്സരം ഉണ്ടാകരുത്.
किसी के अंदर भी कंपटीशन का मन ना നാം होने पाए। ദൈവത്തോട് മത്സരിക്കരുത്. हम प्रभु से भी कॉम्पिटिट ना നിങ്ങൾ करें। ശുശ്രൂഷകനായി എന്നോട് മത്സരിക്കരുത്. मैं सेवक से भी कम्पीट ना करें। ദൈവജനം ഇങ്ങനെ പറയുന്ന ഒരു ഭാഗം ഞാൻ ഓർപ്പിക്കട്ടെ. पवित्र वचन इस प्रकार कह रहा है, അങ്ങനെ മത്സരിച്ചാൽ എന്താ ദോഷം എന്നറിയാമോ? ऐसे कम्पीट करने से क्या दोष होगा? മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്ന തിരുവചനം പറയുന്നത്. वो जो है मरुभूमि में रहेंगे। കുഞ്ഞ് നീ എന്റെ നേരെ നോക്കിക്കൊണ്ട് മുഖം കറുപ്പിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. आप मेरे को देख के आप अपना मुंह फिराएंगे, मेरे को कोई फर्क नहीं पड़ता। നിന്റെ നന്മ കെട്ടപ്പെടാൻ പോവുകയാ. तुम्हारी आशीषें बंद हो जाएंगी। നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ അഭിഷക്തന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ അമിസ്തോത്തെ മുഖം കറുപ്പിച്ച് കാണിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഞാൻ പിന്നെയും നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ നിന്റെ കെട്ട് മുറുകാൻ തുടങ്ങും. यदि आप अपने प्रभु के दास को देख के अगर आप मुंह फिराएंगे तो कोई फायदा नहीं, तुम्हारी आशीषें बंद होगी, लेकिन मैं प्रार्थना करता रहूंगा। അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആളുകളൊക്കെ പറഞ്ഞത്, നമ്മൾ ഒരൊറ്റ അമിസ്തോത്തെ പല കുടുംബങ്ങളാണെങ്കിൽ ദൈവസഭ ഒരൊറ്റ കുടുംബം പോലെ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞത്. इसलिए मैं कहता है कि हम अलग अलग परिवार है, लेकिन एक कलीसिया का एक ही परिवार आगे बढ़ना है। നമുക്കിടയിൽ മത്സരമില്ലാതെ, हमारे अंदर कंपटीशन ना होने पाए, ദൈവത്തോട് മത്സരിക്കാതെ, परमेश्वर से कम्पीट ना किए, അധികാര സ്ഥാനങ്ങളോട് മത്സരിക്കാതെ, अधिकारियों से कम्पीट ना करे, ദൈവത്തിന് കീഴ്പ്പെടാം. परमेश्वर के अधीन रहे। കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. अपनी आंखों को बंद करें। നമുക്ക് പ്രാർത്ഥനയ്ക്ക് തലേ വണക്കാം. हम अपने प्रार्थना के लिए अवसर को झुकाएं।